ഓരോ വാർഡിൻ്റെയും ചരിത്രങ്ങൾ പലതും സാങ്കേതിക മുൻമേന്മയുടെ അൻവർ സ്വന്തം കഴിവുപയോഗിച്ച് അത് അനുഭവിക്കുന്ന ആ വിപ്ലവകാരിയെ നമുക്ക് മറക്കാനാവില്ല. അന്ന് വളരെ വലിയ പുരസ്സരം ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട NH ഓർമ്മയായിട്ട് 9 വർഷം പൂർത്തിയാവുകയാണ്. NH കുറിച്ച് എൻ്റെ മുന്നിലിരിക്കുന്നവരോട് ഞാൻ വിശദമായി പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കേബിൾ ടിവിയുടെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ കേബിൾ ടി വി ഇന്ന് ഈ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ആദ്യകാല നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ശ്രീ NH. ഒരുപക്ഷെ ഒരു കാലത്ത് 90കളിൽ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ ഒന്നിച്ചില്ലാതെ വേറെ വേറെ നിൽക്കുന്ന ഒരു കാലഘട്ടം. ഒരുപക്ഷെ ഈ രംഗത്ത് കേബിൾ ടി വിക്ക് വലിയ ആയുസില്ല, അല്ലെങ്കിൽ കേബിൾ ടി വിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. കുത്തക കമ്പനികളോട് മത്സരം അന്ന് തന്നെയുള്ള മത്സരമുണ്ട്. ആ മത്സരത്തെ നേരിടാൻ സാധിക്കാത്ത പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേബിൾ ടി വി. ആ കാലഘട്ടത്തിൽ ചെറുകിട കേബിൾ ടി വിക്കാരെ ഒന്നിച്ചു ചേർക്കുക, അല്ലെങ്കിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് പ്രവർത്തിക്കാൻ ഒരു സംഘടന ഉണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിട്ടുകൊണ്ട് പ്രവർത്തന രംഗത്ത് ഇറങ്ങിയ ഒരാളാണ് NH. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം തന്നെയാണ് കേബിൾ ടി വി ഇന്ന് ഈ രംഗത്ത് എത്തിയിട്ടുള്ളത്. കേരളത്തിലുടനീളം സിഒയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. കേരളത്തിലുടനീളം ചെറുകിട കേബിൾ ടി വിക്കാരെ യോജിപ്പിച്ചു നിർത്താൻ, ചെറുകിട കേബിൾ ടി വിക്കാർ തമ്മിലുള്ള മത്സരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് യോജിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്ത, അത് പ്രാവർത്തികമാകാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അന്നത്തെ പഴയകാല നേതാക്കന്മാർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതിന് നേതൃത്വം നൽകിയ ഒരാളായിരുന്നു ശ്രീ അൻവർ. അവിടെ നിന്ന് ആ കാലഘട്ടം കഴിഞ്ഞു. കാലഘട്ടം കഴിഞ്ഞ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഒന്നിച്ചു വരുന്നു. ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി വരുന്നു. ഗ്രാമാന്തരങ്ങളിലേക്കും എവിടേക്ക് വേണമെങ്കിലും സിഗ്നൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ആ സാഹചര്യം വരുമ്പോൾ ജില്ലാതലത്തിൽ ഒറ്റ ഹെഡൻ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ സിഒയെ തീരുമാനം കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് കേബിൾ ടി വി ഒരു നല്ലൊരു പാതയിലേക്ക് കടന്നു വരുന്ന കാലഘട്ടത്തിലാണ് സർക്കാർ ഡിജിറ്റൽ ടി വി എന്നുള്ള ഒരു കാര്യം കൊണ്ടുവരുന്നത്. സർക്കാരിന്റെ ഉദ്ദേശം ഡിജിറ്റൽ ടി വി പ്രാവർത്തികമാക്കണം. ഡിജിറ്റൽ ടി വി പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഇനിയുള്ള ചെറുകിട ഓപ്പറേറ്റർമാർക്ക് നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള കാര്യം സർക്കാർ ശക്തമായി തീരുമാനമെടുത്തപ്പോൾ കേരളത്തിലെ കേബിൾ ടി വി ലോകം, അല്ലെങ്കിൽ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർ പകച്ചു നിന്നിരുന്ന കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത നേതാക്കന്മാരുടെ ഇടയിലുണ്ടായി. അദ്ദേഹത്തിന് കൂടിയുള്ള പ്രിയപ്പെട്ട സിദ്ദിഖ് ഇവിടെയുണ്ട്. സിദ്ദിഖുകളുടെ നേതാക്കന്മാർ ചിന്തിച്ചു. അന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അൻവറൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ. അവിടെ നമുക്കൊരു കമ്പനി ഉണ്ടാക്കണം. കേരള കേബിൾ ടി വി കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്നുള്ള സ്ഥാപനം അദ്ദേഹം ഉണ്ടാക്കി. അതിന്റെ സ്ഥാപക ചെയർമാനാണ് അദ്ദേഹം. അന്ന് ആ സംവിധാനം ഉണ്ടാക്കി. മറ്റു കുത്തക കമ്പനികൾ കോടികൾ മുടക്കിക്കൊണ്ട് കെട്ടന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെയും മറ്റു സംസ്ഥാനങ്ങളിലും കേബിൾ ടി വി രംഗം കൈയടക്കാൻ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ മൂലധനം എവിടെ? ഈ പാവപ്പെട്ട അന്നന്ന് ഈ കേബിൾ ടി വി കൊണ്ട് ഉപജീവനം കഴിച്ചുകൂടുന്ന ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമില്ലാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെറിയ തുക നമ്മളെല്ലാം സ്വരൂപിക്കണം. മാല പണയം വെച്ചാലും തിരക്കേടില്ല, ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചാലും തിരക്കേടില്ല. നമുക്ക് സ്വന്തമായ ഒരു കമ്പനി ഉണ്ടാക്കണം. KCCL എന്നുള്ള കമ്പനി നമുക്ക് ഉണ്ടാക്കണം. അത് നിങ്ങളുടെ കയ്യിൽ ചെറിയ തുക വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം തീരുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് അനുകൂല നേതാക്കന്മാർ തീരുമാനിച്ചുകൊണ്ട് ചെറിയ തുകകൾ സമാഹരിച്ചുകൊണ്ട് KCCL എന്നുള്ള കമ്പനി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹത്തെ ദീർഘവീക്ഷണമുള്ള നിലപാട് അദ്ദേഹം പല യോഗങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള കേബിൾ ടി ഓപ്പറേറ്റർ അനുഭവിക്കുന്ന സൗഭാഗ്യം അദ്ദേഹം മുമ്പ് സ്വപ്നം കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു ഓരോ വർഷവും വരുന്ന ടിവിയുടെ മാറ്റങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെ കുറിച്ച് ഇതിനെല്ലാം ധാരണ ഉണ്ടായിരുന്നു.
അവിടുന്ന് പകച്ചു നിന്ന് ഒരുപക്ഷെ കേരളത്തിലെ കേബിൾ ടി വി ചെറുകിട ഓപ്പറേറ്റർമാർ കുത്തകൾക്കിടയിൽ തകർന്നു പോകും എന്നുള്ള ഒരു കാലഘട്ടത്തിൽ അത് പിടിച്ചു നിൽക്കാൻ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു, ഞങ്ങളുടെ മാർഗദർശിയായിരുന്നു ശ്രീ അൻവർ. കാണാമറയത്ത് നിന്ന് അദ്ദേഹം ഞങ്ങൾ അനുഗ്രഹിക്കുന്നത് അതും വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുക. രംഗത്ത് അന്ന് ഇന്നും ഇന്ത്യയിലുള്ളത് വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ്. എന്നാൽ അതിന് വ്യത്യസ്തമായി കേരളത്തിൽ അത്തരത്തിൽ ഒരു സംവിധാനം പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരിലൂടെ ഒറ്റ ഒരു കമ്പനിക്ക് രൂപം കൊടുത്ത് അതിലെല്ലാവരെയും ചേർത്ത് ആ മൾട്ടിനാഷണൽ കമ്പനികളോട് മത്സരിക്കാവുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ എന്ന സ്വപ്നവുമായി കേരളമാകെ സഞ്ചരിച്ച വ്യക്തിയാണ് അൻവർ. അത് സാക്ഷാത്കരിച്ച് ഇന്ത്യയിലെ കേബിൾ ടി വി വിതരണ രംഗത്തെ 4ാമത്തെ കമ്പനിയായി വളരാൻ കഴിഞ്ഞു. ആ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുകയും ആ സ്വപ്നം പൂവണിയുകയും ചെയ്തപ്പോഴാണ് യാദൃശ്യമായി അൻവർ ഞങ്ങളെ വിട്ടുപിരിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇന്റർനെറ്റ് വിതരണ രംഗത്ത് കൂടി പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് ഇന്ത്യയിലെ 6ാമത്തെ ഇന്റർനെറ്റ് വിതരണ കമ്പനിയാണ് കേരള. ഡിജിറ്റൽ രംഗത്ത് 4ാമത്തെ വിതരണ കമ്പനിയാണ്. അപ്പോൾ ആ വലിയ നേട്ടം കേരളത്തിൽ കൈവരിക്കുന്നതിന് വലിയ പരിശ്രമം നടത്തിയ വ്യക്തിയാണ് അൻവർ. കേബിൾ ടി വി ആയാലും ഇന്റർനെറ്റ് ആയാലും ഇന്ത്യ ആകെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അവരോട് മത്സരിച്ച് ഏറ്റവും നല്ല സർവീസ് ജനങ്ങളിൽ എത്തിക്കുന്ന സംവിധാനമാണ് കേരള വിഷൻ. കേരള വിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ ഒരുപാട് പ്രാദേശിക കേബിൾ ചാനലുകളുണ്ട്. കേരള വിഷൻ എന്ന പേരിൽ സംസ്ഥാനതല കേബിൾ ന്യൂസ് ചാനലുണ്ട്. കേരള വിഷൻ എന്നുള്ള പേരിൽ എന്റർടൈൻമെന്റ് സാറ്റലൈറ്റ് ചാനലുണ്ട്. ഇപ്പോൾ വിവിധ പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പദ്ധതി തയ്യാറാക്കി, പ്രൊജക്റ്റ് തയ്യാറാക്കി, പണം എവിടെയുണ്ട് എന്ന് നോക്കാതെ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരിൽ നിന്ന് സ്വാതന്ത്ര്യസിംഗ് സൂചിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ നിക്ഷേപം സ്വീകരിച്ച് ഈ മൾട്ടിനാഷണൽ കമ്പനികളോട് മത്സരിക്കാൻ പ്രാപ്തമാണ്. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ 1000 കോടി ടേണോവർ പിന്നിടുകയാണ്. അപ്പം അത്രക്ക് വലിയ ഒരു സംവിധാനത്തെ ഒരുക്കിയെടുക്കുന്ന പ്രവർത്തനമാണ് അൻവറിന്റെ നേതൃത്വത്തിൽ നടത്താൻ കഴിയുന്നത്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട്, അതിലേറ്റവും പ്രിയപ്പെട്ട സപ്പോർട്ട് തന്നത് ഈ കാസർഗോഡ് ജില്ലയിലുള്ള ഓപ്പറേറ്റർമാരും അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുമാണ്. കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളും താലൂക്കും പഞ്ചായത്തും ഒക്കെ സഞ്ചരിച്ച് അവിടെയൊക്കെ ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഓപ്പറേറ്റർമാരെ മുഴുവൻ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് അശ്രാന്ത പരിശ്രമമാണ് ആ കാലഘട്ടത്തിൽ അൻവറിന്റെ നേതൃത്വത്തിൽ നടത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ ഓർക്കാതെ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമാവില്ല. ഓരോ വർഷവും അൻവറിനെ ഓർക്കുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. അൻവറിന്റെ വിടവ് വന്ന സമയത്ത് തന്നെ അൻവറിന്റെ പേരിൽ ഒരു ചാരിറ്റി ട്രസ്റ്റിന് രൂപം കൊടുക്കുകയും അതിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടക്കം കുറിക്കുകയും ചെയ്തു. കേരളത്തിലെ ഗ്രാമങ്ങളിലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ചെറിയ സ്കൂളുകളുടെ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ അൻവർ വിട പറഞ്ഞ ഉടനെ തെരഞ്ഞെടുത്തത്. പക്ഷെ ഇന്നിപ്പോൾ 2-3 കൊല്ലം ആ പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുകയും അതിൻ്റെ ഒരു സഹായം ഗവൺമെന്റിന് ആവശ്യമില്ലാതെ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ മറ്റ് വിവിധ പദ്ധതികളുമായാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത്. കുട്ടനാട്ടിലെ കുടിവെള്ള ലഭ്യമല്ലാത്ത ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം, ശുദ്ധീകരിച്ച വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം. കോവിഡ് കാലത്ത് നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ പഠനം സ്കൂളുകളൊക്കെ അടച്ചിട്ടപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ഗവൺമെന്റ് വിക്ടേഴ്സ് സ്റ്റാൻഡ് വഴിയാണ് തുടക്കം കുറിച്ചത്. പല കോളനികളും ദുർബല വിഭാഗങ്ങളിലും അവർക്ക് ടി വി പോലും ഉണ്ടായില്ല. അതുകൊണ്ട് കേബിൾ ടി വിയോ മറ്റും എത്തില്ല. ഈ വിക്ടേഴ്സ് സ്റ്റാൻഡ് കാണാനുള്ള അവസരം ഉണ്ടായില്ല. കിലോമീറ്ററുകൾ കേബിൾ വലിച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യർത്ഥന വാങ്ങിച്ച് ടി വി ഒക്കെ സാമൂഹ്യ സംഘടനകളെ കൊണ്ട് എത്തിക്കാം, പക്ഷെ അവരെ കേബിൾ കണക്ഷൻ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ
ആ പ്രദേശങ്ങളിൽ മുഴുവൻ അത് കിലോമീറ്ററുകൾ ദൂരമുള്ള കോളനികളിലൊക്കെ കേബിൾ കണക്ഷൻ എത്തിച്ചു കൊടുത്ത് ആ പഠനത്തോടൊപ്പം ചേരാൻ, ആ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം ചേരാൻ ഞങ്ങളുടെ ട്രസ്റ്റിനും ഞങ്ങളുടെ സംഘടനയ്ക്കും കഴിഞ്ഞു. പിന്നീട് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറിയപ്പോൾ മൊബൈൽ റേഞ്ച് ഇല്ലാതെ മരത്തിൻ്റെ മുമ്പിലും മുകളിലൊക്കെ കയറിയിട്ട് വിദ്യാർത്ഥി പഠിക്കുന്ന ചിത്രമൊക്കെ ഞങ്ങൾ മുന്നിലുണ്ടാകും. അവിടെയും കിലോമീറ്റർ കണക്കിന് ഒപ്റ്റിക് ഫൈബറുകൾ നൽകി ഇന്റർനെറ്റ് എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ഞങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന അത്ര പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഇവിടെ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്, സംസ്ഥാന പ്രഭുത്വം നടത്താറുണ്ട്. ഞങ്ങളുടെ കേരളാവശ്യൻ്റെ വിതരണ കേന്ദ്രം തൃശ്ശൂരിലെ പുതുക്കാടാണ്. ഈ അടുത്ത കാലത്താണ് പുതുക്കാട് സർക്കാർ ആശുപത്രി ആധുനിക രീതിയിലുള്ള ഒരു ആംബുലൻസ് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു അത് അവർക്ക് കൈമാറും. അപ്പോൾ ഈ രീതിയിൽ കേരള സമൂഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്നതിൽ, ഈ പ്രസ്ഥാനത്ത് വളർത്തുന്നതിൽ അൻവർ വഹിച്ച പങ്കിനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി വിവിധ ഉദ്ദേശങ്ങളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതുപോലെ മറ്റു ജനവിഭാഗങ്ങൾക്ക് എത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. അൻവറിനെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായി കേരളാവശ്യം വളർത്തിയ അദ്ദേഹത്തിൻ്റെ പങ്കിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. 100 കൊല്ലം ജീവിക്കുക എന്നതല്ല, ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലത്ത് അവൻ എന്താണ് അടയാളപ്പെടുത്തുന്നത് അതാണ് സ്മരിക്കപ്പെടുന്നത്, ഓർമ്മിക്കപ്പെടുന്നത്. നമ്മുടെ അൻവർ അങ്ങനെയായിരുന്നു. കുറേ കാലം ജീവിച്ചില്ല എന്നതാണ് നമ്മുടെ മനോവിഷമാണെങ്കിലും അദ്ദേഹം ജീവിച്ച കാലത്ത് ചില അടയാളപ്പെടുത്തുകൾ നമ്മുടെ ഇടയിൽ ഇട്ട് തന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ലോകത്തു നിന്ന് വിട പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ സദസ്സ് അതുപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ എല്ലാവരും വളരെ പ്രഗത്ഭരായ ആളുകളാണ്. ഇവിടെ സന്നിധരായിരിക്കുന്നത് നമ്മുടെ അൻവറിൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയാണ്. ആ ഓർമ്മകൾ പുതുക്കുന്നത് അദ്ദേഹം നമ്മുടെ ഇവിടെ ഒരുപാട് അടയാളപ്പെടുത്തുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി തന്നതുകൊണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കുറേ കാലം ജീവിക്കലല്ല, ജീവിക്കുന്ന കാലത്ത് അടയാളപ്പെടുത്തലാണ്. ആ അടയാളപ്പെടുത്തലാണ് നമ്മുടെ അൻവർ ഇവിടെ നടത്തിയിരിക്കുന്നത്. അറിയാം, നമുക്ക് പഴയ കാലങ്ങളിൽ കേബിൾ TV എന്ന് പറയുന്ന ഒരു സംവിധാനം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർമ്മിക്കപ്പെടുന്നത് നമ്മുടെ തൈലങ്ങാടി ടവർ ക്ലോക്കിൻ്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു ഓഫീസ് അവിടെ അൻവർ തുറന്നതാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ബഹുമാനീയനായ നമ്മുടെ MLA NA നെല്ലിക്കുന്നിൻ്റെ അനുജൻ NA ഹമീദും കൂടി അവിടെ അതിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ TV-കളിലൊക്കെ കാണുന്ന പിക്ചറുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ മുതിർന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കളിയുണ്ടെങ്കിൽ ആ കളികൾ കാണണമെങ്കിൽ ആ ആൻറ്റിന തിരിച്ചുകൊണ്ട് മറിച്ചുകൊണ്ട് ഒരാൾ മുകളിൽ കയറി ഇറങ്ങി ആ ഫിലിം കാണുന്ന അല്ലെങ്കിൽ കളി കാണുന്ന ഒരു സാഹചര്യം നമ്മുടെ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. ആ കാലഘട്ടത്തിലാണ് ഈ കേബിൾ TV എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കാസർഗോട്ടേക്ക് കാസർഗോട്ടുകാർക്ക് പരിചയപ്പെടുത്തി. പക്ഷേ അന്ന് അത് അത്ര കണ്ട് നമുക്ക് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഗവൺമെൻറ് തലമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അത്രത്തോളം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അത് അതിജീവിച്ചുകൊണ്ട് അതിനെ കൃത്യതയോടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സംവിധാനത്തെ അദ്ദേഹം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അത് എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. ആ കഴിവാണ് പിൽക്കാലങ്ങളിൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ
ഇന്ന് 100 കോടിയിൽ മീതെ 1000 കോടിയിൽ മീതെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അധ്യക്ഷൻ നമ്മളോട് പറഞ്ഞു, അത് അൻവർ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓരോ ആളുകൾക്കും ഓരോ കഴിവുകളാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ കാസർഗോഡ് പിന്നോക്കമാണെന്നുള്ളത്. ആ നിലപാട് നമ്മൾ മാറ്റണം. കാസർഗോഡ് പിന്നോക്കമല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും അതുപോലെ ഇവിടെയുള്ള ആളുകൾക്കും അതുപോലെ ഇവിടെയുള്ള ആളുകൾക്കുമാണുള്ളത്. നമ്മൾ പിന്നിലല്ല, നമ്മൾ എല്ലാത്തിനും മുമ്പതിലായിരിക്കണം. അതിന് കഴിവുള്ള, ശേഷിയുള്ള, പ്രാപ്തിയുള്ള ഒരുപാട് ആളുകൾ കാസർഗോഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിന്നിലല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കഴിയും, അതിനുള്ള ശക്തിയുണ്ട്, അതിനുള്ള പ്രാപ്തികളുണ്ട്, അതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് അത് ഐക്യപ്പെടണം. ആ ഐക്യപ്പെടലുകളാണ് നമ്മൾ വേണ്ടത്. അതാണ് നമ്മുടെ അൻവർ സാഹിബ് നമ്മൾക്ക് കാണിച്ചു തന്ന ആ ഐക്യം. ആ ഐക്യമുള്ളത് കൊണ്ടാണ് ആ കേബിൾ TV അസോസിയേഷൻ്റെ പ്രസ്ഥാനത്തെ ഇത്രയും വളർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും എല്ലാ മേഖലയിലും ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാസർഗോഡ് ഉണ്ടാക്കാൻ സാധിക്കും. ആ മാറ്റങ്ങളിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വരേണ്ടത് എന്നുള്ള ഉത്തരവാദിത്ത ബോധം നമുക്ക് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട അൻവറിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ചെയ്യുവാൻ അൻവറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കാലം ഇങ്ങനെ കടന്നു വരും. അതൊരു 3.5 പതിറ്റാണ്ട് മുമ്പുള്ള കാലത്തിലേക്ക് അൻവർ നമ്മെ പിടിച്ച് കൈപിടിച്ച് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. കാസർഗോഡ് അവികസിതമായ സ്ഥലമല്ല എന്ന് ഭംഗിക്ക് വേണ്ടി നമ്മളെപ്പോഴും പറയുന്നുവെങ്കിലും അത് നമ്മൾ സംശയിച്ചു പോകുന്നുള്ളത്. അങ്ങനെ കൂടുതൽ സംശയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അൻവറിൻ്റെ പ്രവർത്തന മേഖല കാസർഗോഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഒരിക്കൽ ഞാൻ അൻവറിനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ ജനിക്കേണ്ടവനായിരുന്നില്ലടാ, നീ വല്ല എറണാകുളത്തോ തിരുവനന്തപുരത്തോ ജനിക്കേണ്ട ഒരാളായിരുന്നു. കാരണം അനുവിൻ്റെ ചിന്തകൾ എപ്പോഴും സഞ്ചരിച്ചിരുന്നത് ഈ ആകാശത്തിൻ്റെയും അപ്പുറത്തേക്കുള്ള ആകാശത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ദൂരങ്ങളിലേക്കായിരുന്നു അൻവർ എപ്പോഴും സംസാരിക്കുകയും പറയുകയും ചെയ്തിരുന്നത്. ഈ മീഡിയ എന്ന് നമ്മളിപ്പോൾ വളരെ ഓമനത്തോടുകൂടി വിളിക്കുന്ന പത്രപ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു 4ാം തലമുറയിലാണ് ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ 3 ഘട്ടങ്ങളിലും 3 തലമുറകളിലും ഞാനുണ്ടായിരുന്നു എന്നുള്ളത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ടെലിഫോൺ വിളിച്ചിട്ട് ന്യൂസ് കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പണ്ട് പത്രങ്ങൾ കോഴിക്കോട് നിന്ന് മാത്രം പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു കാലത്ത് കാസർഗോഡിൻ്റെ ഒരു കോളം വാർത്ത വന്നാൽ തന്നെ നമ്മൾ വല്ലാണ്ട് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും പത്രങ്ങൾ വളർന്ന് വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ടെക്നോളജിയുടെ വളർച്ച ഏറ്റവും കൂടുതൽ പ്രകടമായ ഒരു മേഖല ഏത് എന്ന് ചോദിച്ചാൽ അത് മാധ്യമ രംഗത്താണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സത്യവുമാണ്. കാരണം അച്ചുകളിങ്ങനെ പെറുക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ഇത് തുടങ്ങുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, മഞ്ചേശ്വരത്ത് ഒരു മുസ്ലിം ലീഗിൻ്റെ വലിയ സമ്മേളനം നടക്കുന്നു. കൊരമ്പയിൽ അഹമ്മദാലി നയിക്കുന്ന ഒരു ജാഥ. ആ ജാഥയുടെ റിപ്പോർട്ട് നാളെ പത്രത്തിൽ വരണം. ചന്ദ്രികയിൽ അതിൻ്റെ മുൻപേകിൽ പണമില്ലാതെ ആ പത്രം നൽകിയിട്ട് കാര്യമില്ല. വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത്. ഈ ഫോട്ടോ എങ്ങനെ പത്രത്തിൽ വരാൻ പറ്റുമെന്നതിനെ കുറിച്ച് തല പുകഞ്ഞ് ആലോചിച്ചിട്ട് ഒരു നിവൃത്തിയില്ല, പിറ്റേന്ന് കൊടുത്താൽ മതി എന്ന് വെച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. സ്വാഗതം ഒഴിവാക്കിയിട്ട് ആദ്യം തന്നെ ഈ പതാക കൈമാറുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ശക്തി സ്റ്റുഡിയോയിലെ പിന്നെ
വിനയേട്ടൻ എന്നിപ്പോൾ ഓർമ്മകളിങ്ങനെ മറന്നു പോകുന്നുണ്ട്. എന്നിപ്പോൾ ഈ ഇതിനെ ക്ഷണിച്ചതിൻ്റെ പ്രായം കൂടുതലുള്ള ഒരാൾ ഞാനാണ് എന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉണ്ണിബാലകൃഷ്ണൻ സുരേഷൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴേക്ക് ഈ മാധ്യമ സെമിനാറിൻ്റെ ആരംഭം കുറിക്കേണ്ടത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോഴും പിന്നെ വലിയ സംശയമുണ്ട്. ആ കാലത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. 10-17 കൊല്ലം കോഴിക്കോടുണ്ടായിരുന്ന കാലത്ത് ഈ അച്ഛവറുക്കി വെക്കുന്ന കാലം, ഈ പത്രത്തിൻ്റെ മാറി വരുന്ന ഭാഷയെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കണം പത്രത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നതിനപ്പുറം എന്തായിരിക്കണം പത്രത്തിൻ്റെ ദൗത്യം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അൻവർ ഈ കാലം എന്ന് പറയുന്നത് തന്നെ ഈ കാസറ്റ് ഇട്ടിട്ട് സിനിമ കണ്ടിരുന്ന ഒരു കാലം. ഒരു കാസറ്റ് നമ്മുടെ പിന്നെ ഖാദർ ബങ്കരുടെയൊക്കെ പിന്നെ കടയിൽ പോയിട്ട് കാസറ്റ് വാങ്ങി വന്നിട്ടിട്ട് 10 രൂപ കൊടുക്കണം ഒരു കാസറ്റ് വാങ്ങിക്കണം. ഇത് കേബിൾ വഴി നമുക്ക് ഒരേ സമയത്ത് എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ കഴിയുമ്പോൾ ലാഭകരമാണ് എന്ന് തോന്നുകയും നമുക്കിങ്ങനെ അവിടെ പോയി 2 ദിവസം കഴിയുമ്പോഴേക്ക് വാങ്ങി വരുന്നതൊക്കെ ലാഭമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവിടെയാണ് ഈ സ്കൈ വേവ്സിൻ്റെ ആരംഭം എന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം ഒരു മണ്ടൻ വർത്തമാനം പറയുന്നത് ഇത് ഇതിലെ കൂടിയാണ് ഈ കേബിളുകളെല്ലാം കൊണ്ടുപോകാൻ കഴിയുക എന്ന് ചോദിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നും സാറ്റലൈറ്റിൻ്റെ പുതിയ യുഗത്തിലേക്ക് അൻവർ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാര വേഗത ഇത്ര വേഗത്തിലായത് എന്തിന് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയായിരുന്നു ഇത്ര വേഗതയിൽ അൻവർ ഓടിയത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അൻവർ പോയപ്പോൾ 9 വർഷം മുമ്പ് നമ്മൾ ചോദിച്ചു, എന്തിനാണ് അൻവർ നീ ഇത്ര വേഗം പോയത്? നിന്നെക്കാൾ പോകേണ്ട എത്രയോ ആളുകൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അൻവറിൻ്റെ മനസ്സ് നിറയെ സ്നേഹമായിരുന്നു, ലാളിത്യമായിരുന്നു. ആരുടെ മുമ്പിലും ഇച്ഛാശക്തിയോടുകൂടി തല ഉയർത്തി നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ആ ഒരു ആർജവമുണ്ടല്ലോ. അൻവറിന് ശേഷമോ അതിന് പിന്നീടോ ഞാൻ വേറെ ഒരാളെങ്കിലും കണ്ടിട്ടില്ല. ഞാനിതിനു മുമ്പ് അൻവറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അൻവർ ഞങ്ങളുടെ രാത്രികളിൽ ഞാൻ കെ മുഹമ്മദ് മാഷ് ഉണ്ടാകുമ്പോൾ അഹമ്മദ് മാഷ് ഞാനും അൻവറും കൂടി ഇങ്ങനെ കാറെടുത്തിട്ട് ഇങ്ങനെ കടപ്പുറത്ത് പോകും. കടപ്പുറത്ത് പോയി അവിടെ ഇങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഒരു മൂലയിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ മുമ്പ് പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും അൻവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് തന്നെ അപ്പോൾ തോന്നിയിരുന്നു. ഞങ്ങളുടെ ലോകം ചെറുതായിട്ട് വരികയും അവർ കാസർഗോഡിലേക്ക് ചെയ്യുമ്പോൾ അൻവറിൻ്റെ ലോകം കാസർഗോഡിന് അപ്പുറത്തേക്കാണ് അന്ന് പോയിരുന്നത്. അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് ഒരു ലോകത്തിലായിരുന്നു. ആ ലോകത്തിൽ സ്നേഹമുണ്ടായിരുന്നു. അപ്പോഴും അതിനിടയിൽ എന്തുകൊണ്ട് നമ്മളിങ്ങനെ എന്നുള്ള ചോദ്യം നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരുന്നു. നമുക്കെന്തുകൊണ്ട് പറ്റുന്നില്ല, നമുക്കെന്തുകൊണ്ട് കഴിയുന്നില്ല? തീർച്ചയായിട്ടും കഴിയുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് അൻവർ വിശ്വസിക്കുകയും അത് ഒരു സ്നേഹത്തിൻ്റെ വഴിയിൽ സ്കിന്നേഴ്സിൻ്റെ ഞാൻ ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്ന് നേരത്തെ കണ്ടത് പഴയ സ്കിന്നേഴ്സിൻ്റെ പിൻതലമുറക്കാരായിട്ട് വന്നിരുന്ന ആളുകളാണ്. പലരെയും കാണുമ്പോൾ കാസർഗോഡിൻ്റെ സാമൂഹ്യ സാംസ്കാരിക കലാ ജീവിതത്തിന് തന്നെ പുതിയൊരു അർത്ഥമുണ്ടാക്കിയ, പുതിയ ഒരു പ്രതലമുണ്ടാക്കിയ, ഒരു പുതിയ സംസ്കൃതി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ സംരംഭത്തിൻ്റെ ചലനമായിട്ട് വർത്തിച്ചിരുന്ന ഏറ്റവും വലിയൊരു വ്യക്തി അൻവറായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടെ നിന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അവരുടെയൊക്കെ ഉള്ളിൽ അൻവർ ഒരു ഓർമ്മയല്ല, ഒരു വികാരമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. മാധ്യമങ്ങളെ കുറിച്ചിട്ട് ഇവിടെ മാധ്യമങ്ങളെ കുറിച്ച് ഒരു സെമിനാർ ആകാമെന്ന് പറയുമ്പോഴേക്ക് മാധ്യമത്തിൻ്റെ ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. എന്തായിരിക്കണം മാധ്യമത്തിൻ്റെ ഭാഷ എന്നും എന്താണ് മാധ്യമത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ശരിയായ വഴിയിൽ കൂടിയാണോ നമ്മുടെ മാധ്യമങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ഇത് വലിയൊരു ബിസിനസ്സായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ചാനലുകൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോടികൾ മുതലുണ്ടാക്കുന്ന 100 കോടികളും 200 കോടികളും ഒക്കെ മുതൽ മുടക്കിയിട്ട് വലിയൊരു സ്ഥാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ലാഭമാണ് വേണ്ടത്. അവർ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലാക്കിയിട്ട് ഞങ്ങളുടെ ചാനൽ എങ്ങനെ മാറ്റാമെന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകേണ്ടത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് അവർ മറന്നു പോകുന്നു എന്നുള്ള വലിയൊരു സത്യം കൂടിയുണ്ട്. ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുള്ളതുകൊണ്ട് അവർ മറുപടി പറയുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഈ പത്രങ്ങൾക്ക് ഒരു ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതായിരുന്നു. അത്
അത് കഴിഞ്ഞ് പിന്നെയും കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കായി ഈ പത്രങ്ങളുടെയും ഒക്കെ ഒരു യാത്ര. ഞാൻ ഓർക്കുന്നു എൻ്റെ ചെറുപ്പകാലത്തിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഈ മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ ഇപ്പോൾ ഓണം വിശേഷാൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് പകരമായിട്ട് മാതൃഭൂമി എന്നിറക്കിയിരുന്നത് വലിയ ടാബ്ലോയിഡിൻ്റെ വലുപ്പത്തിലുള്ള പിന്നെ പഞ്ചവത്സര പദ്ധതി പതിപ്പുകളായിരുന്നു. അന്ന് വികസനമായിരുന്നു, എല്ലാവരും വായിക്കും. എവിടെയെങ്കിലും ഒരു പ്രസംഗ മത്സരത്തിന് പോകുമ്പോൾ, പ്രബന്ധ മത്സരത്തിന് പോകുമ്പോഴൊക്കെ ഈ സാധനമാണ് നമ്മൾ കയ്യിൽ പിടിക്കുകയും ഈ ബക്രാനത്തിൽ അണക്കെട്ട് എന്നുള്ള പേരൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഞാൻ കേട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ പഞ്ചവത്സര പദ്ധതി പതിപ്പുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ മാധ്യമത്തിൻ്റെ ഒരു ശീലം തന്നെ മാറി, ആളുകളെ ആകർഷിക്കുക, അവർ കോമഡിയാണ് വേണ്ടത്. വളരെ ലളിതവും എന്നാൽ സങ്കീർണവുമായ ഒരു വിഷയമാണ് ഇവിടെ പ്രിയപ്പെട്ട അൻവർ അനുസ്മരണത്തോട് ചേർത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ ഇപ്പൊ നിൽക്കുന്നത് വളരെ സങ്കീർണമായ സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ്. ഓരോ സെക്കൻഡിലും എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ടെലിവിഷൻ അടക്കമുള്ള വിവിധ മാധ്യമങ്ങളെ ആശ്രയിച്ച് ചങ്കടിപ്പോടെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുള്ള ഒരു നാട്ടിൻ്റെ ഏറ്റവും നൈർമല്യമുള്ള വടക്കേ കോണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. The unmanned precision with invisible height. നമ്മുടെ കഴിഞ്ഞ 2-3 ദിവസമായുള്ള യുദ്ധത്തെ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആളില്ല, കണ്ണ് നമുക്ക് കാണാൻ കഴിയുന്ന കണ്ണില്ല, പക്ഷേ വളരെ പ്രസിഷനോടെ അപ്രതീക്ഷിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും 2 ആണവശക്തികളായ അയൽ രാജ്യങ്ങൾ ആക്രമിക്കുന്നു, പ്രതിരോധിക്കുന്നു. ഞാൻ പറഞ്ഞത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 71 65 അടക്കമുള്ള നമ്മുടെ യുദ്ധമുറകളുമായി ഇന്നത്തെ യുദ്ധമുറകളെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അന്നത്തെ യുദ്ധമുറകളോ അല്ലെങ്കിൽ നമ്മൾ സാങ്കല്പിക കഥകളിൽ കേട്ടുള്ള യുദ്ധമുറകളോ ആണ് നൈതികമായിട്ടുള്ളത്. ഇന്നത്തെ യുദ്ധമുറകൾ ശരിയല്ല എന്ന് നമുക്ക് വേർതിരിക്കാനുമാകും. ഇപ്പോൾ 1.5 നൂറ്റാണ്ടോളം തിരിഞ്ഞു നോക്കിയ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു മേഖലയാണ് മാധ്യമ പ്രവർത്തനം എന്നത്. അതിൽ കാലാതീതമായ മാറ്റങ്ങൾ ഉണ്ടാകും. സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം അതിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ചില പുനർവിചിന്തന സാധ്യതകളും അതിലുണ്ട്. ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഞാൻ എൻ്റെ നിലപാട് ആദ്യമേ പറയുകയാണ്. മാധ്യമ പ്രവർത്തനം സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള ഒരു മാർഗമാണെന്നും അത് വേദപുസ്തക പാരായണമാണെന്നും ജീവിതവും ആയുസ്സും സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകരെന്നോ മാധ്യമ സ്ഥാപനം നടത്തുന്നവരൊക്കെ ധർമ്മപ്രവർത്തനം നടത്തുന്നവരാണെന്നോ ഒരു അബദ്ധധാരണ നിങ്ങൾക്കില്ലാത്തതുപോലെ എനിക്കില്ല. കുറഞ്ഞപക്ഷം ഈ വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണിയായ കേബിൾ ശൃംഖലയിൽപ്പെട്ടവർക്കെങ്കിലും അത് അനുഭവിച്ചറിയാവുന്നതാണ്. ഞാൻ പറയാം, അതിന്റെ സാമ്പത്തിക ശാസ്ത്രവും അതിന്റെ രീതിശാസ്ത്രവും അതിന്റെ പുരോഗതിയും. അപ്പൊ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മാധ്യമങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ കാണാൻ, വിലയിരുത്താൻ. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊക്കെ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പോൾ 80കളിൽ രാവിലെ കാത്തു നിന്ന് ദിനപത്രം 7 മണിയോ 8 മണിയോ സൈക്കിളിൽ വരുമ്പോൾ ആ മണിയടി കേട്ട് ഓടിപ്പോയി നോക്കുമ്പോൾ കറുപ്പും വെളുപ്പും മാത്രമുള്ള നിറങ്ങളിൽ പ്രധാന തലക്കെട്ടുകൾ വായിച്ചോടി സ്കൂളിലേക്ക് പോയിരുന്ന കാലത്ത് നിന്ന് നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോഴേക്കും കുറെ കൂടി പതുക്കെ കളറിന്റെ സ്വാധീനം വന്നു തുടങ്ങി. പ്രിന്റിങ്ങിൽ നമുക്ക് സാങ്കേതികമായ മികവുകളുണ്ടായി. 90കൾക്ക് ശേഷം ലോകം ഒരു വിപണിയായി വളർന്ന് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷന് ശേഷം നമ്മുടെ ആകാശത്തെ വാതായനങ്ങൾ തുറന്നു. ഇപ്പൊ നമുക്ക് സാറ്റലൈറ്റ് ചാനലുകൾ ഉദയം ചെയ്തു. അങ്ങനെ ഏത് രീതിയിൽ അച്ചടി മുതൽ നമ്മൾ മുമ്പോട്ട് നോക്കിയാൽ ഏത് രീതിയിൽ നമ്മുടെ മാധ്യമ വ്യവസായം വളരുന്നതോറും, ഞാൻ മാധ്യമ വ്യവസായം തന്നെയാണ് പറയുന്നത്, മാധ്യമ വ്യവസായം വളരുമ്പോഴും അതിൽ ഏറ്റവും മുന്നിൽ തലയുയർത്തി നിന്ന് നടന്നിട്ടുള്ള ഭാഷ മലയാളമാണ്, പ്രദേശം കേരളമാണ് എന്നതൊരു തത്വമുണ്ട്. അപ്പൊ ആ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോം മാറും, പ്ലാറ്റ്ഫോമിന്റെ സ്വഭാവം മാറും, അതിന്റെ ശൈലി മാറും. പക്ഷെ അപ്പോഴും ഉള്ളടക്കം എന്നത്,
നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമുകളോ നമ്മുടെ അത് ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയോ ഒക്കെ മാറാം, പക്ഷെ ഉള്ളടക്കമാണ് പ്രധാനമെന്നത്. അപ്പൊ ഇതിനെ ഒരു വ്യവസായമായി കണ്ടു സാങ്കേതിക വിദ്യ ഇതിൽ ചെലുത്തുന്ന സ്വാധീനം എത്രമാത്രമാണെന്ന് യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കാതെ നമ്മൾ മാധ്യമധർമ്മം, മാധ്യമത്തിന്റെ പഴയ കാലത്തെ മൂല്യങ്ങൾ എന്ന് ഞാൻ അതിനെ കുറിച്ച് കാണുകയാണ്. നിശ്ചയമായിട്ടും ആ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഞാനടക്കമുള്ള മാധ്യമ വ്യക്തികൾ ഈ തൊഴിൽ മേഖല തിരഞ്ഞെടുത്തതും അതിലൂടെ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞത് 90-കൾക്ക് ശേഷമുണ്ടായ സാറ്റലൈറ്റ് ചാനലുകളുടെ വരവ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്ത് 2014 ശേഷം, പ്രത്യേകിച്ച് 2014 ഇന്റർനെറ്റ് കണക്ടിവിറ്റി വ്യാപകമായതോടെ ലോകത്ത് തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഇന്റർനെറ്റ് കിട്ടിയത് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ വിവര സാങ്കേതിക വിദ്യയിലെ വിസ്ഫോടനം. അങ്ങനെ ചീപ്പ് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും സാന്നിധ്യവും നിശ്ചയമായിട്ട് നമ്മുടെ മാധ്യമങ്ങളെ സ്വാധീനിച്ചു. അത് അച്ചടി മാധ്യമങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിലെ ടെക്സ്റ്റ് എത്രമാത്രം കുറഞ്ഞു, ഇൻഫോഗ്രാഫിക്സ് എത്രമാത്രം കൂടി. ടെലിവിഷൻ പഴയതിൽ നിന്ന് ദൃശ്യങ്ങൾ മാത്രം ആശ്രയിക്കാതെ ദൃശ്യങ്ങളെ കുറെ കൂടി വിവരങ്ങളുടെയും ഭാഷയുടെയും ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നിട്ടാണെങ്കിലും അവതരണ ശൈലി, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നിശ്ചയമായിട്ട് കേരളത്തിന് ടെലിവിഷൻ അടക്കം പത്രങ്ങളടക്കമുള്ള മാധ്യമങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിനെ ഗുണപരമായി കാണാവുന്ന വശങ്ങൾ ധാരാളമുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തനത്തെയും ഒരു പരിധിവരെ ജനാധിപത്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഗുണവശം. നിശ്ചയമായിട്ടും സംഘടിതമായിട്ടുള്ള പല ഗ്രൂപ്പുകളും വ്യക്തിഹത്യ നടത്താനോ ഇകഴ്ത്താനോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൂടെ നിയന്ത്രിക്കുന്ന തരത്തിൽ തെറ്റായ സ്വാധീനം ചെലുത്താനോ ഒക്കെ അത് പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും വാർത്തകളെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു സ്വാധീനമുണ്ട്. അങ്ങനെ സാങ്കേതിക വിദ്യയുടെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരു മാധ്യമ ലോകത്താണ്, ഒരു മാധ്യമ വ്യവസായ ലോകത്താണ് നമ്മൾ. മാധ്യമങ്ങളാണ് ഈ സമൂഹത്തിലെ എല്ലാ തെറ്റുകളെയും ഉന്മൂലനം ചെയ്യാനും എല്ലാവരെയും ശരികളിലേക്ക് നയിക്കാനും വിധിക്കപ്പെട്ട ഏക ഘടകമെന്ന് വിലയിരുത്തുന്നത് അത് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. യാഥാർത്ഥ്യബോധത്തോടെ നമ്മുടെ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളും. അപ്പോൾ മാധ്യമ വ്യവസായത്തിന്റെ വളർച്ച നോക്കിയാൽ തന്നെ വാർത്താ മാധ്യമങ്ങളുടെ വളർച്ചയിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളത്തിന് ഇന്ത്യക്ക് തന്നെ മാതൃകയാക്കാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ 4 ദേശീയ ദിനപത്രങ്ങൾക്കെങ്കിലും പ്രാദേശിക എഡിഷനുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പം ചെറുതിന്റെ കാര്യത്തിൽ അതിന് മാറ്റമുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ 2 വിരലിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത അത്രയും മുഴുവൻ സമയം വാർത്താ ചാനലുകൾ കേരളത്തിലുണ്ട്. ഒരു 2 ഡസനിലധികമെങ്കിലും ഇപ്പോഴും പ്രസിദ്ധീകരിച്ച് പുറത്തിറങ്ങുന്ന ദിനപത്രങ്ങളുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഡിജിറ്റൽ ടിവികളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും കേരളത്തിലുണ്ട്. ഒരു 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള സംസ്ഥാനത്ത് ഈ ഡിജിറ്റൽ മീഡിയയുടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും കാര്യം അവിടെ നിൽക്കട്ടെ, ടെലിവിഷന്റെ കാര്യം എടുത്തിരിക്കാൻ തന്നെ മുഴുവൻ പ്രേക്ഷകരെ നോക്കിയാൽ 100 പ്രേക്ഷകരെ ടെലിവിഷൻ കാണുമ്പോൾ പ്രധാനപ്പെട്ട അതിർത്തി സംഘർഷം പോലെ തെരഞ്ഞെടുപ്പ് പോലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് 100 പേര് ടെലിവിഷൻ കാണുന്നെങ്കിൽ അതിനകത്ത് 15-16% ആളുകളെങ്കിലും വാർത്താ മാധ്യമങ്ങളെ മാത്രം ആശ്രയിക്കുന്ന, അപൂർവമായി വാർത്താബോധമുള്ള, വാർത്ത കാണാൻ ആഗ്രഹിക്കുന്ന, വിശകലനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, വിലയിരുത്തുന്ന പൗരബോധമുള്ള, വാർത്താബോധമുള്ള ഒരു സമൂഹമാണ് കേരളം. അപ്പൊ അങ്ങനെയുള്ളൊരു കേരളത്തിൽ തീർത്തും മൂല്യബോധമില്ലാതെ, ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഉള്ളടക്കവുമായി കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദിനപത്രങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. പത്രങ്ങളുടെ സർക്കുലേഷൻ എല്ലാം കൂടെ കൂട്ടിയ നമ്മുടെ ജനസംഖ്യക്കാട്ട് വലുതാണെന്ന് പലരും പരിഹസിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് വാർത്ത അറിയണം, വാർത്ത മനസ്സിലാക്കണം, വാർത്തകളും വിശകലനങ്ങളും മനസ്സിലാക്കാനോ അഭിപ്രായം പറയാനോ ഒക്കെ ത്വരയുള്ള ഒരു പൗരബോധമുള്ള ഒരു സമൂഹമാണ് ഇന്നും പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മധ്യവയസ്സിന് മുകളിലേക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹമുള്ളിടത്ത് ഈ വാർത്താ മാധ്യമങ്ങളുടെ ഉള്ളടക്കം തീരെ നിലവാരമില്ലാത്തതാണെന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. അതേസമയം തന്നെ നിശ്ചയമായിട്ടും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ ബേർഡ് അല്ലേ? ആദ്യം പറന്നെത്തുന്ന പക്ഷിയായിരിക്കും പുറത്തിറങ്ങുന്ന പുഴുവിനെ പിടിച്ചുകൊണ്ട് പോവുക എന്ന്. മാർക്കറ്റ് വളരുന്നില്ല, ജനസംഖ്യയിൽ കാര്യമായ വളർച്ചയില്ല.
അപ്പോൾ അതിലെ ഷെയർ പരമാവധി ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് ആർജിക്കാൻ വേണ്ടി നിശ്ചയമായിട്ടും നല്ല ഉള്ളടക്കം കൊടുത്ത് കൂടുതൽ പ്രേക്ഷകരെ ഒപ്പം നിർത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു വേദപുസ്തക പാരായണമല്ല, ഇതൊരു വ്യവസായമാണ്. ഇതിൽ മത്സരമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും മത്സരമുണ്ട്. കാരണം കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കുക, കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുക എന്നാണ്. ആകർഷിക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുക, കൂടുതൽ പ്രേക്ഷകരെ ഒപ്പം നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. നിശ്ചയമായിട്ടും പരസ്യ വരുമാനം കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അതുകൊണ്ട് വരുമാനം പ്രധാനമാണ്, ചുവരിൻ്റെ ചിത്രം എഴുതാൻ കഴിയില്ല. പക്ഷേ നോക്കൂ, ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഉദാഹരണം അതിർത്തി സംഘർഷമാണ് 2 ദിവസം നടന്നത്. അതിനു മുമ്പ് നമ്മൾ കുറച്ച് പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ വയനാടാണെങ്കിൽ, പ്രളയമാണെങ്കിൽ, കഴിഞ്ഞ ഒരു 5-6 വർഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2018 മഹാപ്രളയം ഉണ്ടായ സമയത്തൊക്കെ ഏതാണ്ട് 7 ദിവസം ഒരു സെക്കൻഡ് പോലും കൊമേഴ്ഷ്യൽ ഇൻസർഷൻ ഇല്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റു പല വാർത്താ മാധ്യമങ്ങളും അതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് ഒരു 2-2.5 കോടി രൂപയുടെ വരുമാനമെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് ആ സമയത്ത് ജനങ്ങൾ ഒരു ദുരിതത്തിലോ നിൽക്കുമ്പോൾ ഓരോ പ്രധാനപ്പെട്ട വിവരങ്ങളും പ്രേക്ഷകർക്കൊപ്പം നൽകി. ആ സമയത്ത് എന്തായാലും നമ്മൾ പുറമേ കൊടുക്കുന്ന ഉള്ളടക്കങ്ങൾ ഇപ്പോഴും നേരത്തെ ഇവിടെ വിഷയാവതാരകൻ പറഞ്ഞതുപോലത്തെ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആരോപിച്ചതുപോലത്തെ ഉള്ളടക്കമല്ല. ഞാൻ പറഞ്ഞത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരോട് ചേർന്ന് നിൽക്കാനും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഒപ്പം നിർത്താനും നിലനിർത്താനും ഒരു വ്യവസായം എന്നുള്ളതൊക്കെ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ തന്നെ പുതു താല്പര്യങ്ങളും പുതുബോധവും പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമത്തിനും കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അടച്ചാക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ മത്സരമില്ലേ എന്ന് ചോദിച്ചാൽ മത്സരമുണ്ട്. നിശ്ചയമായിട്ടും മത്സരം ഉള്ളടക്കത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനുള്ള മൗഢ്യം എനിക്കില്ല. കാരണം ഞാനൊക്കെ ഈ തൊഴിലിടത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം ഉള്ളത് 1-2 ഡെഡ്ലൈൻ മാത്രമാണ്. ലോകത്ത് തന്നെ 24/7 365 ഡേയ്സ് അല്ലേ, ഒരു സെക്കൻഡ് പോലും ഒഴിവാകാതെ ഡെഡ്ലൈൻ ഉള്ള, ഞാൻ ആവർത്തിച്ച് പറയുന്നു, കഴിഞ്ഞ 48 മണിക്കൂർ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാവുന്നതാണ്. ഒരു സെക്കൻഡ് പോലും ഡെഡ്ലൈൻ ഒഴിവാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല ഒരു പൂർണ്ണസമയ ന്യൂസ് ചാനൽ. അപ്പോൾ ആ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കമ്പൽഷൻ തന്നെയാണ്. പക്ഷെ അവിടെ വിവരങ്ങളുടെ ആധികാരികത, പാതിബന്ധ വിവരങ്ങൾ കൂടുതൽ പൊലിമയോടെ അവതരിപ്പിക്കാതിരിക്കുകയും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുകയും അങ്ങനെ ഒരു വിവരം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ന്യൂസ് റൂം ഉത്തരവാദിത്തമാണ്. അപ്പൊ നമുക്കിതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു ന്യൂസ് റൂമിൽ നമുക്ക് പാലിക്കാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ഒരു പുതിയ വാർത്തയെ മാത്രം പുതിയ വാർത്തയായി അവതരിപ്പിക്കുക, മറ്റെവിടെയെങ്കിലും കാണുന്ന വാർത്ത ശരിയാണെന്ന് നമുക്ക് ബോധ്യമില്ലാതെ അതേപോലെ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നൽകാതിരിക്കുക, ഒരു വാർത്ത തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തലയിൽ കൊണ്ടിട്ട് പോകാതെ പറഞ്ഞ വാചകം വാർത്ത തെറ്റായിരുന്നു, തെറ്റാണെന്ന് ഓണം ചെയ്യാനുള്ള ഒരു ബോധ്യം കാണിക്കുക. പിന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി അത് ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചുള്ളൊരു ബോധവും ബോധ്യവും ഉണ്ടാവുക. ഇതൊക്കെയാണ് നമുക്ക് ന്യൂസ് റൂമിൽ എല്ലായ്പ്പോഴും പാലിക്കേണ്ട കാര്യങ്ങൾ. അത് പാലിച്ചു പോകുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും നിങ്ങൾക്കൊക്കെയുള്ള ഒരേപോലെ നിങ്ങൾ കാണുകയും ആസ്വദിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെ കാഴ്ചയ്ക്ക് ശേഷം പറയുന്ന ഒരു കാര്യം തത്സമയ സംപ്രേഷണങ്ങളാണ് ചിലപ്പോഴും, അല്ലേ? തത്സമയ സംപ്രേഷണങ്ങൾ ഇത്രയും ആവേശത്തോടെ പറയണോ, ഇത്രയും വർണ്ണന വേണോ, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, കാഴ്ചയ്ക്ക് ശേഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പരസ്പര സംവേദനത്തിന്റെ ഒരു ഭാഷയും ശൈലിയുമാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യമായി സുബിപ്പയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുമ്പോൾ പ്രമോദരാമൻ വാർത്ത വായിക്കുന്ന സമയത്ത് കേരളത്തിലെ ഭൂരിപക്ഷം പേര് തെറ്റിച്ചൊടുക്കുകയായിരുന്നു. അതുവരെ ദൂരദർശന്റെ 37 ചാനലുകളുമായി ഒരു മൊണോപ്പൊളി, അല്ലെ? ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ ഇന്നും സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യത്തിലുമൊക്കെ ഒരു സ്വകാര്യ ചാനലും വല്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ നിലനിൽക്കുന്ന അന്നത്തെ ആ ദൂരദർശന്റെ മനുഷ്യരുടെ മനസ്സിൽ ചിരപരിചിതമായ മുഖങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ ഒരാളെ അവതരിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചു. അതൊരു ഡിസ്റപ്ഷനാണ്. അപ്പൊ അങ്ങനത്തെ ഡിസ്റപ്ഷൻ നിശ്ചയമായിട്ടും ഈ മേഖലയിൽ ഓരോ കാലത്തും ഓരോ സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
പിന്നെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മളുടെ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു ധാരണ മാധ്യമങ്ങളുടെ വിമർശനം അതിൽ കിടക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ആ വിമർശനം ധാരാളം ആളുകൾക്കുണ്ട്. ഞാൻ ഇതിലൊറ്റ ഉദാഹരണം മാത്രമേ പറയത്തുള്ളൂ. ഒരു മാധ്യമവും ഭരണവിലാസ മാധ്യമമായോ ഭജനവിലാസ മാധ്യമമായോ മാറുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ തെറ്റുകൾ തുറന്നു പറയാൻ കഴിയുന്ന മാധ്യമങ്ങളോ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഇല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികാരത്തിലിരിക്കുന്നവരുടെ ജിഹ്വയായി പ്രവർത്തിക്കുന്ന ദൂരദർശൻ പോലെയുള്ള മാധ്യമങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അതൊരു ജനാധിപത്യത്തിന് ഉചിതമല്ല. ജനങ്ങളെ പ്രതികരണശേഷിയുള്ളവരാക്കി നിലനിർത്തുന്നതും പൗരബോധമുള്ളവരാക്കി നിലനിർത്തുന്നതും തെറ്റും ശരിയും വിലയിരുത്താൻ അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നതും നിശ്ചയമായിട്ടും തുറന്നു കാട്ടുന്ന വിമർശനങ്ങൾ തന്നെയാണ്. അത് തുടരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് പരിധിയും പരിമിതിയും ഒക്കെ മറികടക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് വിലയിരുത്താൻ ശേഷിയുള്ള ഒരാളാണ്. അങ്ങനെ പരിധി വിട്ട വിമർശനങ്ങളും എന്തും പറയാൻ കഴിയുന്ന ഉള്ളടക്കവും ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് പറയുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, നമുക്കൊരു വിഷയത്തിന്റെ ശരിതെറ്റുകളെ ഒരു മാധ്യമപ്രവർത്തകർ ശരിയായി മനസ്സിലാക്കി ഒരു നിലപാടെടുക്കേണ്ടി വരും. നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ ഒരു നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചില സമയത്ത് പക്ഷം പിടിക്കേണ്ടി വരും. ഏതാണ് ആ പക്ഷം? അത് ശരിയുടെ പക്ഷമാണ്. ആ ശരിയുടെ പക്ഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്, വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ വാർത്തകൾ നേരെ നിരത്തുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും, നഗരങ്ങളിൽ നിന്ന് ന്യൂസ് റൂമുകളിലേക്കും, നഗരങ്ങളിൽ നിന്ന് ഡെസ്കുകളിലേക്കും, ഡെസ്കുകളിൽ നിന്ന് ന്യൂസ് റൂമുകളിലേക്കും ചുരുങ്ങുന്ന കാലത്ത് നേരിട്ട് കിട്ടുന്ന വിവരമാണെങ്കിൽ പോലും അതിന്റെ ആധികാരികത ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിലൊരു ശരിയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് കാണിക്കുന്ന നീതികേടാണ്. പക്ഷെ ആ ശരിയുടെ പക്ഷം നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയത്തിന്റെ ശരി മാത്രമായിരിക്കണം. എനിക്ക് സ്ഥിരമായി ഒരു പക്ഷമുണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് രാഷ്ട്രീയമാകാം. പക്ഷേ ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്റെ രാഷ്ട്രീയം എന്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വിളമ്പുന്നത് മാധ്യമ ധാർമ്മികക്കും മാധ്യമ എത്തിക്സിനും സ്വതന്ത്രമായ വീക്ഷണങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുടെ അവകാശത്തിനും എതിരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഒന്നിലധികം തവണ വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷവും നമ്മുടെ നിലപാട് ഒരു ദിശയിലേക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ പ്രേക്ഷകരല്ല ആ മാധ്യമ പ്രവർത്തകരുടെ, ആ മാധ്യമ പ്രവർത്തകന്റെ, ആ മാധ്യമ സ്ഥാപനത്തിന്റെ യഥാർത്ഥ യജമാനൻ മറ്റാരെങ്കിലുമാണ് എന്ന് കാലക്രമത്തിൽ ബോധ്യപ്പെടും. അപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അലൈൻഡായി നിൽക്കുക, ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുക, അതിനുവേണ്ടി ആർപ്പ് വിളിക്കുക, ഒരു സംഘം ആളുകൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അത് ആഘോഷമാക്കി മാറ്റുക, മറ്റൊരു ഭാഗം അതിനെ എതിർക്കുക, ഇത് മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനത്തിനും എപ്പോൾ വേണമെങ്കിലും ചെന്ന് വീഴാവുന്ന ഒരു കെണിയാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. ആ കെണിയിൽ വീഴാതിരിക്കുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകർക്കുള്ളതിലേക്ക് ഉത്തരവാദിത്തമാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വിഷയത്തിന്റെ ശരിയും തെറ്റും എന്താണെന്ന് ബോധ്യപ്പെടുകയും ശരിയും തെറ്റും ഇതാണെന്ന് ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതിൽ തീരുന്നതാണ് ഒരാളുടെ ഉത്തരവാദിത്വം. അങ്ങനെ ശരിയും തെറ്റും ഓരോ വിഷയത്തിലും വേർതിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും നമ്മുടെ മസ്തിഷ്കം ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിനോ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും ഭരണാധികാരികൾക്കോ ഏതെങ്കിലും ഭരണ സംവിധാനത്തിനോ പണയപ്പെടുത്തി നമ്മൾ അതിനുവേണ്ടി പ്രേക്ഷകരുടെ മുമ്പിൽ വാദിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ മേഖലയെ, ഞാൻ പറഞ്ഞ മാധ്യമ മേഖലയും മാധ്യമ പ്രവർത്തനത്തിലുള്ള തൊഴിൽ മേഖലയും നമ്മൾ എടുക്കുന്നതിന് തുല്യമാണ്. ഇപ്പൊ സാങ്കേതികവിദ്യ ഇനിയും പുരോഗമിക്കും, മാധ്യമരംഗത്ത് ഇനിയും ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴും നമ്മൾ പറയുന്നത് ശരിയാണെന്നും നമ്മൾ പറയുന്നത് ശരിയുടെ പക്ഷത്താണെന്നും ബോധ്യമില്ലാത്ത പ്രേക്ഷകർ ആത്യന്തികമായി ഒപ്പം നിൽക്കില്ല എന്ന ഒരു ഉത്തരവാദിത്വ ബോധം പുലർത്തുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കേബിൾ ടി വി വ്യവസായത്തിന്റെ കാര്യം ഇവിടെ ആമുഖമായിട്ട് ഹരീഷ് അടക്കമുള്ളവർ പറഞ്ഞു. ഇതിന്റെ ശൈശവ ദിശ മുതൽ നേരിട്ട് അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്വകാര്യ സാറ്റലൈറ്റ് ചാനൽ നിലവിൽ വരുമ്പോൾ ഒരു കേബിൾ ശൃംഖല കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അന്ന് ഇലക്ട്രിസിറ്റി പോസ്റ്റിലൂടെ കേബിൾ വലിക്കാനുള്ള അനുമതിക്ക് വേണ്ടി ഏറെക്കാലം CV പത്മനാഭനും TM ജേക്കബ് അടക്കമുള്ളവർ ഈ ഫയൽ ഒപ്പിടാതെ നീണ്ടുപോയ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരൻ ഔട്ട് ഓഫ് ബജറ്റായി ക്യാബിനറ്റിലേക്ക് കൊണ്ടുവന്ന ഒരൊറ്റ ഒപ്പിലാണ് ഒരു പൊതുമുതലിലൂടെ ഒരു സ്വകാര്യ സംരംഭകർക്ക് ഈ കേബിൾ വലിച്ച് ഈ ഉള്ളടക്കം ഓരോ പ്രേക്ഷകന്റെയും വീട്ടിലേക്ക് എത്തിക്കാനുള്ള അവകാശം പേയ്മെന്റ് അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ്. അതിനുശേഷം
ആ സ്ഥാപനം വളർന്നു. ആ സ്ഥാപനത്തിന്റെ കേബിൾ ശൃംഖല പിന്നീട് ഉത്തരേന്ത്യൻ കമ്പനിയുടെ മൂലധന നിക്ഷേപ വകുപ്പെന്ന് അറിയാം. അന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരൊക്കെ ഒന്നെങ്കിൽ ഈ ശൃംഖലയിലേക്ക് മാറുക, അല്ലെങ്കിൽ അവരവരുടെ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് പോരാടുക. അവിടെ നിന്നാണ് ആ ചെറുകിട കേബിൾ സംരംഭകരെ എല്ലാം ഒന്നിച്ചു നിർത്തി ഇന്ന് നമ്മൾ നേരത്തെ നിങ്ങളൊക്കെ കുത്തക എന്ന് പറഞ്ഞവരുടെ ഏതാണ്ട് ഒരു 4 ഇരട്ടിയോളം, ഞാൻ മനസ്സിലാക്കുന്ന ഒരു 3 മില്യൺ കണക്ഷനിലെങ്കിലും എത്തി നിൽക്കുന്ന, ഇന്ത്യയിൽ 4ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തും ഈ ചെറിയ സംസ്ഥാനമായിട്ടൂടെ ഇന്റർനെറ്റിലും ഡിജിറ്റലിലും എത്തി നിൽക്കുന്ന 1000 കോടിയുടെ ടേൺ ഓവറുള്ള വളരെ അഭിമാനകരമായ നേട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് അടക്കമുള്ള ഒരുപാട് പ്ലേയേഴ്സ് വരുമ്പോഴും അതിനെ പ്രതിരോധിച്ച് നിൽക്കുക എന്ന് മാത്രമല്ല, അതിനിടയ്ക്ക് വളരുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. ആ വെല്ലുവിളി അതിജീവിച്ചതിന് ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ വന്നിട്ടുള്ള ജില്ലയാണ് കാസർഗോഡ്. ഇവിടേക്ക് ഒരിക്കൽ കൂടി വരാനും നിങ്ങളെ കാണാനും കഴിഞ്ഞതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. അൻവർ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരുന്നു എന്ന് ഇവിടെ സ്വാഗത പ്രസംഗകരും അധ്യക്ഷ പ്രസംഗകരും ഉദ്ഘാടകരുമൊക്കെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിലൂടെയും പറഞ്ഞ വാക്കുകളിലൂടെയും എനിക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സാറ്റലൈറ്റ് ടെലിവിഷൻ കേരളത്തിൽ 1990-കളിൽ സംഭവിച്ചൊരു വലിയ വിപ്ലവമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ സാറ്റലൈറ്റ് ടെലിവിഷനെ കേരളത്തിൻ്റെ വീടുകളിലേക്ക് എത്തിച്ചത് നിങ്ങളും നിങ്ങളുടെ മുൻ തലമുറക്കാരുമാണ്. അത് അത്രയേറെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അന്നത്തെ കാലത്ത് ഈ മേഖലയെ കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരത്തിൻ്റെ അനിവാര്യതയായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് അൻവർ എന്ന് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരത്തിന് നൽകിയിട്ടുള്ള സംഭാവന ഒട്ടും തന്നെ ചെറുതല്ല, അത് മഹത്തരമാണ്. ആ ഓർമ്മയുമായി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് ആദ്യം തന്നെ പറയുന്നു. ഏറ്റവും മികച്ച വ്യവസായങ്ങളിലൊന്നായി കേരളത്തിലെ കേബിൾ TV രംഗം മാറിയിരിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് 1000 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഒരു വ്യവസായ സംരംഭമായി ഇത് മാറിയിരിക്കുന്നു. രാജ്യത്തെ തന്നെ 4ാമത്തെ, നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമാണ്, ആ സംസ്ഥാനത്തെ രാജ്യത്തെ തന്നെ 4ാമത്തെ മികച്ച കേബിൾ ശൃംഖലയായി നിങ്ങളുടെ ശ്രമങ്ങൾ കേരളത്തെ വളർത്തിയിരിക്കുന്നു എന്നറിയുന്നതിലും വലിയ സന്തോഷമുണ്ടെന്ന് മാത്രവുമല്ല, നിങ്ങളൊട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നതും നല്ല അറിവാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുടിവെള്ള പ്രശ്നം അടക്കമുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളും അത് നിശ്ചയമായും സന്തോഷകരമായ വാർത്തയാണ്. അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതൊരു നല്ല സേവന പ്രവർത്തനമാണ്, അത് നിങ്ങളുടെ ബാധ്യതയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിങ്ങൾക്ക് നന്നായി കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം, സാധാരണഗതിയിൽ മാധ്യമ സെമിനാറുകളിൽ പങ്കെടുക്കാത്ത ഒരാളാണ് ഞാൻ. പരമാവധി അത് ഒഴിവാക്കും. 2 കാരണങ്ങളാണ് അത് ചെയ്യുന്നത്. ഒന്ന്, ഞാൻ മാധ്യമ പ്രവർത്തനം ഒരു തൊഴിലായി സ്വീകരിച്ച് ജീവിച്ചു പോരുന്ന ഒരാളാണ്. മാധ്യമ പ്രവർത്തനം എൻ്റെ തൊഴിലാണ്. അപ്പം ആ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വശത്ത് ഞാൻ മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ മാധ്യമ പ്രഭാഷണം കൂടി നടത്തേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഞാൻ ഈ മാധ്യമ സെമിനാറുകളിൽ പങ്കെടുക്കാറില്ല. പക്ഷേ ഇവിടെ വന്നത് നിശ്ചയമായും കേരള വിഷയമായിട്ടുള്ള എൻ്റെ ഒരു ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനം ശരിയായ ദിശയിലാണ് എന്ന ഉത്തമ ബോധ്യമൊന്നും എനിക്കില്ല. അതേ സംബന്ധിച്ച് വിമർശനങ്ങളുള്ള ഒരാളാണ് ഞാൻ. അതുമായി ബന്ധപ്പെട്ട് ന്യായീകരണം നടത്തേണ്ട ഒരു ബാധ്യത എനിക്കില്ല, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഈ 2 കാരണങ്ങളാലാണ് സാധാരണഗതിയിൽ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത്. ഒട്ടേറെ മാധ്യമ പഠനങ്ങൾ നടക്കുന്നൊരു സമൂഹമാണ് നമ്മുടേത്. നല്ല രീതിയിൽ മാധ്യമ വിമർശനങ്ങൾ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ മാധ്യമ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ മാധ്യമ പഠനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ഉള്ളത്. അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും ടെലിവിഷൻ മീഡിയ ആണെങ്കിലും ഓരോ മാധ്യമവും
ഓരോ വീക്ഷണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ അത് സത്യത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഇത്രയധികം മാധ്യമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഓരോ മാധ്യമവും ഓരോ വീക്ഷണത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഓരോ വീക്ഷണങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ കേരളത്തെ വളരെ അഭിമാനത്തോടുകൂടിയാണ് കാണുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇത്ര എന്താ പറയുക വൈവിധ്യമുള്ള ഒരു മാധ്യമ സംസ്കാരമില്ല. ആ വൈവിധ്യമുള്ള മാധ്യമ സംസ്കാരം ഇല്ല എന്ന് മാത്രമല്ല, ഇത്രയേറെ മാധ്യമ വിമർശനങ്ങൾ സംഭവിക്കുന്ന ഒരു സമൂഹവും കേരളമല്ലാതെ ഒരുപക്ഷെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ ഇത്രയേറെ മാധ്യമ വിമർശനങ്ങൾ സംഭവിക്കുന്ന സമൂഹങ്ങൾ വളരെ അപൂർവമായിരിക്കും. അതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു കരുത്താണ്, ജനാധിപത്യത്തിന്റെ ഒരു നന്മയാണ്. അത് അങ്ങനെ തന്നെ തുടരുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇവിടെ വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്, മാധ്യമങ്ങളെ നമ്മൾ വിമർശിക്കണം. പക്ഷെ വിമർശിക്കുമ്പോൾ വിമർശിക്കുന്ന സമൂഹത്തിന് മാധ്യമങ്ങളോട് ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ആ ഭാഗം എന്തുകൊണ്ടാണ് പരിശോധിക്കപ്പെടാതെ പോകുന്നത്? നമുക്ക് എളുപ്പമാണ് കേട്ടോ മാധ്യമങ്ങളെ വിമർശിക്കാൻ. ഓരോ ടെലിവിഷൻ ചാനലും റേറ്റിംഗിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ ഈ പ്രഭാഷണം നടത്തിയ റഹ്മാൻ സാറിന്റെ വിമർശനങ്ങളെ സത്യസന്ധമായി ഉൾക്കൊള്ളുന്നയാളാണ്. ആ വിമർശനങ്ങളെല്ലാം അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. പക്ഷേ പൂർണ്ണമായും തെറ്റായ ഒരു മാധ്യമ സംസ്കാരത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ ആ മാധ്യമങ്ങൾ മാത്രമാണോ അതിന്റെ കാരണക്കാർ, അതോ ആ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനു കൂടി അക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടണേ? അത് പരിശോധിക്കപ്പെടുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ നിന്നും ഞാൻ മാതൃഭൂമി ചാനലിന്റെ എഡിറ്റർ ആയിരിക്കുന്ന സമയത്താണ് ദിലീപ് ആയിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായി. ഏഷ്യാനെറ്റ് ആണെന്ന് കേരളത്തിലെ ഒന്നാമത്തെ വാർത്താ ചാനൽ, രണ്ടാമത്തെ വാർത്താ ചാനൽ മനോരമയാണ്, മൂന്നാമത്തെ വാർത്താ ചാനൽ മാതൃഭൂമിയാണ്. അന്ന് മാതൃഭൂമിയും മനോരമയും തമ്മിൽ നല്ല മത്സരം നടക്കുന്ന സമയമാണ്. ഏതാണ്ട് ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ മനോരമയെ തോൽപ്പിക്കും, ചില ആഴ്ചകളിൽ മനോരമ ഞങ്ങളെ തോൽപ്പിക്കും. ഇപ്പൊ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, അന്ന് മത്സരം നടന്നുകൊണ്ടിരുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ദിലീപിന്റെ സംഭവം ഉണ്ടായി. തുടർച്ചയായിട്ട് ദിലീപ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളും. മാതൃഭൂമിയിൽ എല്ലാ ദിവസത്തെയും ചർച്ച ദിലീപ് തന്നെയായിരുന്നു. ഞങ്ങൾ മനോരമയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്തായി സംഭവിക്കുന്നത്. അന്ന് തന്നെ രണ്ട് പ്രധാനപ്പെട്ട മറ്റ് സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, കേരളത്തിൽ വലിയ രീതിയിൽ പകർച്ചപ്പനി പടർന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ നിശ്ചയമായും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ പകർച്ചപ്പനി. ആ പകർച്ചപ്പനി ഇന്ന് ധാരാളമായി പടർന്നുകൊണ്ടിരിക്കുമ്പോഴും എല്ലാ കേരളത്തിലെ വിഷ്വൽ മീഡിയയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിലീപ് വിഷയമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ പകർച്ചപ്പനി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ നഴ്സുമാര് സമരത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്ന ഒരു സാഹചര്യം വലിയ വിഷയമല്ലേ? അപ്പൊ പല രീതിയിൽ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ ദിലീപിന്റെ വിഷയം മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ, കേരളത്തില് ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ, അത് ചർച്ച ചെയ്യാനില്ലേ? അപ്പം ആ ചാനലിന്റെ എഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്കും ഇങ്ങനെ നിരന്തരമായിട്ട് ആളുകൾ ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നുണ്ട്, ചില ആളുകൾ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഞാനൊരു ആശയക്കുഴപ്പത്തിൽ ഇത് ശരിയാണ്. കാരണം ദിലീപ് മാത്രം ചർച്ച ചെയ്താൽ പോലുണ്ടോ, നമുക്ക് ഒട്ടേറെ മറ്റു വിഷയങ്ങളുണ്ടല്ലോ. ഞാൻ നമ്മുടെ എഡിറ്റോറിയൽ ബോർഡിൽ ഈ കാര്യം അവതരിപ്പിക്കുന്നു, എന്നിട്ട് നമുക്ക് പകർച്ചപ്പനി ചർച്ച ചെയ്യണം ഒരു ദിവസം എന്ന് തീരുമാനിക്കുന്നു. മറ്റൊരു ദിവസം നഴ്സുമാരുടെ വിഷയവും ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ദിലീപിന്റെ വിഷയം അങ്ങ് മാറ്റിവെക്കുന്നു. എന്നിട്ട് 2 ദിവസം നമ്മൾ നഴ്സുമാരുടെ ചർച്ചയും പകർച്ചപ്പനിയുടെ ചർച്ചയും നടത്തി. കേരളത്തോടുള്ള എല്ലാ കമ്മിറ്റ്മെന്റിന്റെയും ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ ആ എഡിറ്റോറിയൽ തീരുമാനമെടുത്തത്. ആ ആഴ്ച മാതൃഭൂമി വീണ്ടും 3-ാം സ്ഥാനത്തേക്ക് പോയി. അതായത് എന്നെ ഉപദേശിച്ച ആളുകൾ ഈ ചർച്ച കണ്ടില്ലെന്ന് മാത്രവുമല്ല, ചർച്ച നടത്തിയ മറ്റു ചാനലുകളിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് സ്ഥിതി. അപ്പോ നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മളിലേക്ക് കൂടി ഒരു നോട്ടം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇതേ അനുഭവം എനിക്ക് വീണ്ടും ഉണ്ടായി. കോഴിക്കോട് കൂടത്തായിൽ നിങ്ങളാരും മറക്കില്ലല്ലോ, ജോളി സൈനൈഡ് കേസ് തുടർച്ചയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അപ്പോഴും എനിക്ക് ഇതുപോലെ കോഡ് വന്നു. ഇത് മാത്രമേ ഉള്ളൂ. മരടിൽ 2 ഫ്ലാറ്റ് തകർത്തിട്ടിരിക്കുകയാണ്. അവിടെ മുഴുവൻ പരിസ്ഥിതി പ്രശ്നമാണ്.
നിങ്ങളുടെ ക്യാമറകൾ അങ്ങോട്ട് തിരിച്ചു വെക്കണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കാണിക്കണം. ഞാൻ അനങ്ങിയില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല. എൻ്റെ ചാനൽ വളരെ മനോഹരമായി രണ്ടാം സ്ഥാനത്ത് വരുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടക്കമുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളതാണ്. അതിൽ 20% ഉള്ളൂ കേട്ടോ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം, 80% സൊസൈറ്റിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കരുത്. മാത്രവുമല്ല, ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മാധ്യമങ്ങളുടെ ഇപ്പോഴുമുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. ഞാൻ മാധ്യമ പ്രവർത്തനത്തിലേക്കൊക്കെ ആകർഷകനാകുന്ന കാലം എന്ന് പറയുന്നത് 1980-കളിലാണ്. അന്ന് ഇന്ത്യയിൽ ഒരു സർക്കാരിനെ ഇല്ലാതാക്കിയത് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ദിനപത്രമല്ലേ, ഹിന്ദു എന്നാണ് ആ പത്രത്തിന്റെ പേര്. രാജീവ് ഗാന്ധിക്കെതിരായിട്ട്, രാജീവ് ഗാന്ധിയുടെ സർക്കാരിനെതിരായിട്ട് ബൊഫോസ് കുംഭകോണത്തിന്റെ കേസ് പുറത്തു കൊണ്ടുവന്ന് ഒരു സർക്കാരിനെ താഴത്തിറക്കിയത് അന്നത്തെ പ്രതിപക്ഷമായിരുന്നില്ല, അന്നത്തെ ഒരു ദിനപത്രമായിരുന്നു. ആ പത്രത്തിന്റെ പേര് ഹിന്ദു എന്നാണ്, ആ കുംഭകോണത്തിന്റെ പേര് ബൊഫോസ് കുംഭകോണം എന്നാണ്. 2004 വാജ്പേയി സർക്കാരിനെ താഴ്ത്തിറക്കിയത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണോ? അല്ല. ടെഹൽക എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെയാണ് 2004 വാജ്പേയി സർക്കാർ യഥാർത്ഥത്തിൽ താഴെ വീഴുന്ന അത്ര വലിയ അഴിമതിയാണ് ആ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ടെഹൽക പുറത്തു കൊണ്ടുവന്നത്. 2024 ഇപ്പോൾ അവസാനിച്ച തെരഞ്ഞെടുപ്പ് ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പറ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണോ ഈ പറയുന്ന BJP-യുടെ ഭൂരിപക്ഷം 240-ലേക്ക് കുറച്ചതൊന്നും അല്ല കേട്ടോ. ഈ രാജ്യത്തെ കുറച്ചെങ്കിലും മാധ്യമങ്ങൾ അതിശക്തമായി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ബോധമാണ് BJP 240 എന്ന സീറ്റിലേക്ക് കൊണ്ടുവന്നത്. അതിനകത്ത് സമൂഹ മാധ്യമങ്ങളുടെ പങ്കും വലുതായി തന്നെ ഞാൻ കാണുന്നു. രാജ്യത്തെ കർഷക സമരങ്ങളെ കുറിച്ച്, രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കാവ്യവൽക്കരണത്തെ കുറിച്ച്, അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച്, അതേപോലെ തന്നെ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച്, ഈ പശുവിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ച് ഒക്കെ ഈ രാജ്യത്ത് നിരന്തരം വാർത്തകൾ എത്തിച്ച് ആ സർക്കാരിനെതിരായ ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതിനകത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ള റോള് ചെറുതാണ്. അത് 2024 കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു വർഷം മുമ്പുള്ള കാര്യം പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. അത്തരം മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോഴും ഈ ജനാധിപത്യ സമൂഹത്തിന് പൗരസ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. ആ കാര്യം മറക്കാതെ നമുക്ക് വിമർശനങ്ങളാകാം. നിശ്ചയമായി മാധ്യമ വിമർശനങ്ങൾ നടത്തുന്നവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. രാജ്യത്ത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ആരുടെ ലക്ഷ്യമാണെന്ന് അറിയാവോ? അത് ഏകാധിപത്യ ഭരണകൂടങ്ങളുടെ ലക്ഷ്യമാണ്. ഏകാധിപത്യ ഭരണകൂടങ്ങൾ രാജ്യത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളും കൂടി അതേ പാത പിന്തുടർന്നുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തനം മൊത്തത്തിൽ മോശമാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇവിടെ വന്ന് എന്നെ ന്യായീകരിക്കുകയല്ല. ഞാൻ ഈ സമൂഹത്തിലൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തിലെ ജനാധിപത്യവും മതേതരത്വവും സൗഹാർദ്ദവും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ആ വിഷയത്തെ സമീപിക്കുമ്പോൾ ഞാൻ കൂടുതൽ ജനാധിപത്യം ഈ രാജ്യത്ത് പുലരണമെങ്കിൽ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കപ്പെടരുത്. അത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് നിങ്ങളോ ഞാനോ അല്ല. പക്ഷേ മുട്ടനാടുകൾ തമ്മിലിടിക്കുമ്പോൾ ചോര കുടിക്കുന്ന കുറുക്കന്റെ കഥ പോലെ അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ എന്ന് മാത്രവുമല്ല, ഈ വിഷയത്തിൽ എന്റെ പങ്ക് എത്രയുണ്ട് എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിമർശനം ഉന്നയിക്കാൻ. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമർശനം നല്ലതാണ്. വിമർശനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ഒക്കെയാണ് പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ വികസിക്കുക. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ആ വിമർശനം എന്ന് പറയുന്നത് 100% ആത്മാർത്ഥമാകണമെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഘടകങ്ങളെയും കൂടി ചേർത്തുകൊണ്ട് വേണം നമ്മൾ ആ വിമർശനം ഉന്നയിക്കാൻ എന്നാണ് ഞാൻ പറയുന്നത്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം വിവേകാനന്ദന്റെ ഒരു വരിയാണ്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഈ മഴ പെയ്യുമ്പോൾ മഴത്തുള്ളി താഴത്തേക്ക് വരും. താഴത്തേക്ക് വരുന്ന മഴത്തുള്ളി നിങ്ങൾ കയ്യിലാണ് എടുക്കുന്നതെങ്കിൽ ആ മഴത്തുള്ളി നിങ്ങൾക്ക് കുടിക്കാം. അത് നിങ്ങളുടെ കയ്യിലാണ് വീഴുന്നതെങ്കിൽ ആ മഴത്തുള്ളി നിങ്ങൾക്ക് കുടിക്കാം. അതൊരു അഴുക്ക് ചാലിലാണ് വീഴുന്നതെങ്കിൽ നിങ്ങളുടെ കാലിനെ ശുദ്ധമാക്കാൻ പോലും നിങ്ങൾക്ക് ആ മഴത്തുള്ളി ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി ഇതേ മഴത്തുള്ളി ഒരു ചിപ്പിക്കുള്ളിലാണ് വീഴുന്നെങ്കിൽ അതൊരു മുത്തായി മാറും. നോക്കൂ, താഴത്തേക്ക് വീഴുന്ന ഒരൊറ്റ മഴത്തുള്ളിയാണ്. അത് നിങ്ങളുടെ കൈകളിൽ വീഴുമ്പോൾ തീർത്ഥമാകുന്നു, അഴുക്കിയാൽ വീഴുമ്പോൾ മോശപ്പെട്ട വെള്ളമാകുന്നു, അതൊരു ചിപ്പിയിൽ വീഴുമ്പോൾ മുത്താകുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? താഴത്തേക്ക് വീഴുന്നത് മഴത്തുള്ളിയാണ്, പക്ഷെ അതിനെ സ്വീകരിക്കുന്ന പ്രതലമാണ് അതിന്റെ മൂല്യത്തെ നിശ്ചയിക്കുന്നത്.
അതുകൊണ്ട് മാധ്യമം എന്ന് പറയുന്നത് ഒരു മഴത്തുള്ളിയായി മനസ്സിലാക്കുക. അതിനെ സ്വീകരിക്കുന്ന സമൂഹമാണ് അതിനെ മനോഹരമാക്കുന്നത്, മൂല്യവത്താക്കുന്നത്. ഏതുതരം സമൂഹമാണ്? ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ അഭിരുചി ഈ കാര്യത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങളൊരു മോശപ്പെട്ട വാർത്തയെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കാൻ തയ്യാറാകാതെ ആ മോശപ്പെട്ട വാർത്തയെ മുഴുവൻ സമയവും കണ്ട് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് പിന്നീട് ഒരു അവസരത്തിൽ അതേക്കുറിച്ച് പറയുന്നതിന് പകരം അതിനെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ തള്ളിക്കളഞ്ഞാണ് നമ്മൾ ഇത്രയും മുന്നേറിയത് എന്ന കാര്യം മറക്കരുത്. അപ്പൊ അതുകൊണ്ട് ഈ മഴത്തുള്ളി ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞേ, ആ പ്രക്രിയ സമൂഹത്തിലുണ്ടാവട്ടെ. സമൂഹം നന്നായിരിക്കട്ടെ. നല്ല സമൂഹത്തിന് മാത്രമേ നല്ല മാധ്യമങ്ങളെ അവകാശപ്പെടാൻ കഴിയൂ. നല്ല സമൂഹത്തിന് മാത്രമേ നല്ല മാധ്യമങ്ങളെ അവകാശപ്പെടാൻ കഴിയൂ. നല്ല സമൂഹത്തിലെ നല്ല മാധ്യമങ്ങൾ ഉണ്ടാകൂ. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സമൂഹം ഉണ്ടാവട്ടെ, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ ഉണ്ടാകട്ടെ. അതിനായിട്ട് ഇത്തരം കൂടിച്ചേരലുകളൊക്കെ നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊടുക്കുന്നു. അത് സ്വീകരിക്കുന്നത് അതേ പ്രത്യേകം അസുഖം മോട്ടോർ ന്യൂറോണിക് ഡിസീസ് എന്ന പേരിൽ ഒരു മാരകരോഗം ബാധിച്ച ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പൂർണിമ വി എന്ന പൂച്ചക്കാട്ടെ കുട്ടിക്കുള്ള ഒരു ധനസഹായമാണ്. ഇത് വാങ്ങുന്ന യൂണിറ്റി കാഞ്ഞങ്ങാടിൻ്റെ ദേവദത്ത കിണി എന്ന 10 വയസ്സുകാരൻ കാസർഗോഡിൻ്റെയാണ് 5ാമത്തെ ചാരിറ്റി. കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലെ 21 മഹമ്മൂദ് ഹൃദയ സംബന്ധമായ രോഗം മൂലം ചികിത്സയിൽ കഴിയുന്ന മഹമ്മൂദിന് ധനസഹായം അഡ്വക്കേറ്റ് SK അബ്ദുല്ലയെ. അനുസ്മരണ യോഗത്തിൽ ആശംസാ പ്രസംഗത്തിന് ഔചിത്യമില്ല, പ്രസക്തിയുമില്ല. ഉദ്ഘാടനം കഴിഞ്ഞു, അധ്യക്ഷൻ പ്രസംഗം കഴിഞ്ഞു, മാധ്യമ സെമിനാറും കഴിഞ്ഞു. ഇനി എന്ത് പ്രസംഗമാണെന്ന് അറിയില്ല. പിന്നെ അൻവറിനെ അറിയുന്ന 99.9% ആൾക്കാരാണ് സദസ്സിന് വേദിയിലുള്ളത്. എന്നെ അറിയാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തിയാണ് ഞാൻ അൻവറിന്റെ സഹോദരി ഭർത്താവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 9 വർഷമായി ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് നടക്കുമ്പോഴും, കല്യാണമായാലും ആഘോഷമായാലും മരണമായാലും എന്ത് പരിപാടികളായാലും അല്ലാത്ത സമയത്തും അൻവറിനെ ഓർക്കാതെ ഉള്ള നിമിഷങ്ങളോ ദിവസങ്ങളോ ഇല്ല. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള സെമിനാറിൽ പങ്കെടുക്കുന്ന സംസാരിച്ച സുരേഷ് കുമാർ, ഉണ്ണി ബാലകൃഷ്ണൻ, SK അബ്ദുൽ സാറിനോട് പ്രിയമുള്ള സുഹൃത്തുക്കൾ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പരിപാടികൾ നടത്തുന്നത് എല്ലാ വർഷവും സംഘടിപ്പിക്കും. ഒന്ന്, ഞങ്ങളുടെ ആസ്ഥാനമായ അസോസിയേഷന്റെ അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനികളുടെ ആസ്ഥാനമായിട്ട് എറണാകുളം കേന്ദ്രീകരിച്ചും, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ജന്മനാൾ നടക്കുന്ന ഈ പരിപാടിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സംഘടനകളെ ആളുകളും അതേസമയം തന്നെ ഇത്തരം പരിപാടിയുടെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയേണ്ട 2 ആളുകളാണെന്ന് ഇവിടെ പങ്കെടുത്ത PG സുരേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണനും. ഒന്ന്, ഈ സമയം തന്നെയാണ് അതിൻ്റെ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കാരണം മാധ്യമ രംഗത്ത് കടുത്ത മത്സരമുണ്ട്. അത് വലിയ മൂലധനം ഇറക്കിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം 2-3 സ്ഥാനത്തിന് മാത്രമല്ല 1-2 സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന 2 സ്ഥാപനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ. അവര് ഒരു മണിക്കൂർ ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൽ കുറ്റങ്ങളുണ്ട്. എന്തായാലും 2 സ്ഥാപനങ്ങളിൽ നിന്ന് ഓരോ ആളുകൾ വീതം പങ്കെടുത്തുകൊണ്ട് അങ്ങനെ അവർക്ക് സമാധാനിക്കും. പക്ഷെ എങ്കിൽ പോലും അതിന്റെ മാനേജ്മെന്റ് ഞങ്ങളുടെ KTV അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും.
കാണിക്കുന്നവരും ഞങ്ങളുമായിട്ടൊരു സൗഹൃദമുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ആ രണ്ടു പേർക്കും ഇന്നിവിടെ പങ്കെടുക്കാനുള്ള അനുവാദം. അവർക്ക് താല്പര്യം ഉള്ളപ്പോൾ തന്നെ ആ മാരായ്മയ്ക്ക് കൂടി അതിന് താല്പര്യം. അതിനുള്ള ഞങ്ങളൊരു പ്രത്യേക സന്തോഷം കൂടി ഞങ്ങൾ അറിയും. അതോടൊപ്പം തന്നെ PG സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കമ്പനികളെ കുറിച്ച് പറഞ്ഞു. കാരണം ഏതാണ്ട് ആക്റ്റീവായിട്ടുള്ള ഡിജിറ്റൽ കേബിൾ TV കണക്ഷൻ 27 ലക്ഷം 27 അതിന് ചെറിയ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ആക്റ്റീവ് കണക്ഷൻ 12 ലക്ഷത്തിലധികം ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് കണക്ഷൻ. അങ്ങനെയാണ് 4ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 5ാം സ്ഥാനത്ത് 6ാം സ്ഥാനത്തൊക്കെ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു ടേൺ ഓവറിനെ കുറിച്ച് പറഞ്ഞു, 1000 കോടിയുടെ ടേൺ ഓവർ. പക്ഷേ കേരള വിഷയല്ല, ഈ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ 5000-ഓളം വരുന്ന ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയല്ല. വേറെ ഹാത്വേയുടെ ഏഷ്യാനെറ്റ് കേബിൾ ടിവിയോ അല്ലെങ്കിൽ റിലയൻസിന്റെ ടെന്നോ ഒക്കെയാണ് ഈ കണക്ടിവിറ്റി എങ്കിൽ അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1000-ഉം അല്ല 2000-ഉം ആയിരിക്കില്ല, അതിനപ്പുറത്തേക്കാണ്. കാരണം നമ്മുടെ ഈ ടേൺ ഓവർ എന്ന് പറയുന്നത് ഞങ്ങളൊരു വളരെ ഓപ്പറേറ്റർ ഫ്രണ്ട്ലി, അതോടൊപ്പം തന്നെ സമൂഹത്തോട്. കാരണം ഇവിടെ ഈ ഇൻഡസ്ട്രി നിലനിന്നിരുന്ന പരിസംഖ്യ സുരേഷ് സൂചിപ്പിച്ചു. അതായത് ഏഷ്യാനെറ്റ് ചാനലിനൊപ്പം കേബിൾ TV അന്ന് 180 രൂപ, അതായത് 25 വർഷം 92-ലാണ് ആലോചിക്കണം. 8 ചാനലുകൾ മാത്രം, ഒരു ചാനൽ പോലും പേ ചാനലല്ലാത്ത സ്ഥാനത്താണ് റഹ്മാനൊക്കെ പറഞ്ഞതുപോലെ ഒരു കാസറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് 10 രൂപയും 15 രൂപയും കൊടുക്കുന്ന കാലത്ത് അതിനെപ്പറ്റി കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് 150 രൂപ മേടിക്കുന്നത്. അപ്പൊ അന്ന് ഇതിനേക്കാൾ കൂടുതലായിട്ട് അത് 100 രൂപ എന്നുള്ള നിരക്കിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ സാധാരണക്കാർക്ക് അത് ലഭ്യമാക്കി കൊണ്ടുള്ളൊരു പ്രവർത്തനം നമ്മൾ നടത്തിയതുകൊണ്ടാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും മത്സരമുള്ളതുകൊണ്ട് ഇപ്പം ഒരു സമയത്ത് ഞങ്ങൾ ഗാരേജ് ഫീ ഒന്നും മേടിച്ചുകൊണ്ടല്ല ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ കോമ്പറ്റീറ്ററൊക്കെ വലിയ തുക ഗാരേജ് ഫീ മേടിക്കുകയും അത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്ത സമയത്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ അല്പമെങ്കിലും അതും നമ്മളെവിടെയാണ് അത് ഓപ്പറേറ്ററിന്റെ അതുപോലെ തന്നെ ഈ പറയുന്ന റേറ്റ് കുറയ്ക്കുമ്പോഴൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു നഷ്ടമൊക്കെ നേർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഏഷ്യാനെറ്റോടൊപ്പം മത്സരം 2ാം തീയതി റിപ്പോർട്ട് TV. ഈ റിപ്പോർട്ട് TV നടത്തിക്കൊണ്ടിരുന്ന നികേഷ് കുമാർ, ഏഷ്യാനെറ്റിലും ക്യാബിറ്റിലും ഉണ്ടായ കഴിഞ്ഞ വർഷം നമ്മുടെ 50ാം സംസ്ഥാനത്തിൽ കാസർഗോഡ് പങ്കെടുത്ത നികേഷ് കുമാർ. ഈ നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ചാനൽ കേരളത്തിൽ മറ്റ് MSOകൾ, ഏഷ്യാനെറ്റ് അടക്കമുള്ള MSOകൾ കാണിക്കാതിരുന്ന സമയത്ത് അത് കാണിക്കാൻ വേണ്ടി ഞങ്ങളത് കാണിച്ചതുകൊണ്ട് മാത്രമാണ് പിന്നീട് അവർ മാനേജ്മെന്റ് വന്നത് ലഭിക്കുവാനായിട്ട്. അപ്പൊ അങ്ങനെയും ഈ ഒരു പ്രവർത്തനം ഞങ്ങളാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇപ്പം ഫ്രീക്വൻസി ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ആദ്യം ഫ്രീക്വൻസി ഇന്റർ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് തീർച്ചയായിട്ടും അത് അതിൻ്റെതായ രീതിയിൽ ഒരു ചെറിയ കാര്യം. അത് ഇന്ത്യയിലെ മറ്റേ MSOകൾ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഞങ്ങൾ. ഇത് ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. കാരണം ഈ ഓരോ ദിവസവും വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട ഈ മേഖലയിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി. കാരണം ഇതൊന്നും പൂർണ്ണമായിട്ട് ആളുകളിൽ നിന്ന് മേടിച്ചൊന്നും നമുക്ക് കഴിയാൻ പറ്റില്ല. വിദ്യാഭ്യാസത്തിന്റെ ഡിജിറ്റലൈസേഷൻ നടത്താനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം, ആളുകൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ തിരഞ്ഞെടുക്കണമെന്ന് ഇതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനിച്ചിട്ട് ഇത് നടപ്പിലാക്കണമെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള സെറ്റോ ബോക്സുകൾ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ടെക്നോളജി അവൈലബിൾ ആണോ എന്ന് നോക്കാതെ ഗവൺമെന്റ് അത് പ്രഖ്യാപനം നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ ആണ് ചൈനയായാലും ജർമ്മനി ആയാലും അല്ലെങ്കിൽ മറ്റു കൊറിയൻ രാജ്യങ്ങളായാലും അവർ കൊണ്ടുപോകുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു സെറ്റോ ബോക്സ് പോലും ഇന്ത്യയിലില്ല. ഇന്നും നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന എക്യുപ്മെന്റുകൾ അസംബിൾ ചെയ്യുന്ന രീതിയിലേക്കാണ്. അപ്പൊ ആ രീതിയിലുള്ള വലിയൊരു കോമ്പറ്റീഷൻ നിലനിൽക്കുകയും അവിടെ ഇത്രയും വലിയ വൻകിട കമ്പനികളോട് ഇപ്പം ജിയോക്ക് ബ്രോഡ്ബാൻഡ് എങ്ങനെ കൊടുക്കുന്നത് ആളുകൾക്ക് പറയുന്നത് ഒരു മാസം കണ്ടു നോക്കും, ഫ്രീ കണ്ടു നോക്കും. ഇവര് 3 മാസം ഫ്രീ കാണിച്ചു കൊടുത്താൽ ഞങ്ങളെ പോലുള്ള ആളുകളോട് നിലനിൽക്കാൻ കഴിയില്ല. അവിടെ അത്തരമുള്ള ആളുകളോട് മത്സരിച്ചിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. തന്നെയാണ് ഞങ്ങളൊരു 6 മാസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ മേഖല ഇല്ലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള നിരക്കൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നത്. അവിടെയാണ് ഈ രീതിയിൽ മത്സരിക്കുന്നു എന്ന് റായും അതുപോലെ തന്നെ
ഒരു മാതൃകാ സംവിധാനമായിട്ട് കേരളം മാറാൻ തീർച്ചയായിട്ടും അവിടെയാണ്. അപ്പം അന്ന് ഈ മേഖലയിൽ അന്ന് അനുഭവം സിദ്ദീഖും ഞാനും പോയതൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ തലപോയിരിക്കുന്നത് ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. എങ്ങനെ നമുക്ക് ഇതിനെ ഈ മത്സരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, എങ്ങനെ ഈ ഓപ്പറേറ്റർ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും, ഈ ഇൻഡസ്ട്രി നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ വീണ്ടും അനലോഗിന്റെ കാലഘട്ടം കഴിഞ്ഞ ഡിജിറ്റലിലേക്ക് വന്നു. ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒന്ന് പിന്നെ എന്താ പറയുക നമ്മൾ പറയുന്നത് ഒന്ന് ഒന്ന് കാല് നീണ്ടിയിരിക്കാം. ഉടനെ വരുന്ന അടുത്തത് വരാനുള്ള OTT അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ബ്രോഡ്ബാൻഡ് വേണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ ഉപദേശത്താണ് നിങ്ങളുടെ കേബിൾ ടിവിക്ക് ഭാവി വേണമെന്ന് നടത്താൻ ബ്രോഡ്ബാൻഡിലേക്ക് കിടക്കാം. ബ്രോഡ്ബാൻഡിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു സമയത്ത് ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളുമായി ശരിക്കും പറഞ്ഞാൽ വലിയ കടുത്ത മത്സരം നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതേസമയം തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഞങ്ങളുടെ സമ്മേളന സമയത്ത് മനോരമയുടെ ചീഫെടുക്കുന്ന ജോഡി പോസ്റ്റ് ഞങ്ങൾ കോഴിക്കോട് തമിഴ്നാട് സംഘടിപ്പിച്ച സെമിനാറിൽ ഞങ്ങളെല്ലാം വിളിക്കുന്നവരൊക്കെ നമ്മളോട് സൗഹൃദം സ്നേഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മളിങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ സമരം ആലോചിച്ചു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമ സെമിനാർ മാധ്യമ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടന നിങ്ങളാണ്. അദ്ദേഹത്തിന്റെ പങ്കെടുക്കുന്നത് അത് 6ാമത്തെ വേദിയിലാണെന്നോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് പിന്നെ ചർച്ചകൾ നടക്കുമ്പോൾ ആളുകളിലേക്ക് അത് എത്തുമ്പോൾ നമ്മളിപ്പോൾ ഇവിടങ്ങളിലേക്ക് കേൾക്കുന്ന ആളുകൾ മാത്രമേ ഇത്തരം ചർച്ചകൾ അത് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ആളുകളിലേക്ക് ചാനലുകൾ ലൈവായിട്ട് എത്തിക്കുന്നു. അതോടൊപ്പം അത്തരം ആ രീതിയിൽ ചർച്ചകളും സംവിധാനങ്ങളും നമ്മൾ എത്തിക്കുന്നു. നമ്മളത് കഴിഞ്ഞ് ഈ ഒരു പ്രോഗ്രാം എന്ന രീതിയിൽ നമ്മളത് പിന്നീട് അതൊരിക്കലും തീർച്ചയായിട്ടും അത് നമ്മുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും ഈ കടുത്ത മത്സരത്തിൽ നിലനിന്നു പോകാനും അതോടൊപ്പം തന്നെ ഞങ്ങളോട് ഈ രീതിയിൽ സഹകരിച്ച പിന്നെ പ്രത്യേകിച്ച് അന്വർക്കേടൊക്കെ പരിപാടികളിൽ പിന്നെ പങ്കെടുക്കാൻ വന്ന അവരോടൊക്കെയുള്ള ഞങ്ങളുടെ സംഘടനയുടെ ട്രസ്റ്റിന്റെ കടപ്പാടുകൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ആശംസകൾ നമസ്കാരം. പിന്നിടുകയാണ് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റ് ശക്തികളുടെ വരവിനെ അതിജീവിക്കുന്നതിന് വേണ്ടി KCCL എന്ന് പറയുന്ന രാജ്യത്ത് അഭിമാനകരമായ പ്രസ്ഥാനത്തിൽ നെടുനായകത്വം വഹിച്ച വ്യക്തിത്വമായിരുന്നു NH അൻവർ എന്നത് നമുക്കെല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാർക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ്. സപ്തഭാഷാ സംക്രമഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ഈ വടക്കേ അറ്റത്തു നിന്ന് കേരളത്തിനകത്തും രാജ്യത്തും പുറത്തും ഇന്ത്യൻ കേബിൾ TV രംഗത്തെ അമരക്കാരനായി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു NH അൻവർ. മാത്രവുമല്ല കേബിൾ TV രംഗത്ത് ഇവിടെ സപ്തഭാഷകൾ എന്ന് പറയുന്നു. ആ സപ്തഭാഷകളും അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു ബഹുമുഖ പ്രതിഭ കൂടിയായിരുന്നു ഇവർക്ക്. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം ഇന്ന് നമ്മുടെ ഈ കേബിൾ TV ഇൻഡസ്ട്രിക്കകത്ത് ഇല്ലെന്ന് തന്നെ പറയാം. ആ വിടവ് ഇന്നും മായാതെ മങ്ങാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി അശ്രുഷ്മകൾ ആദ്യമായി അർപ്പിക്കുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഇന്ന് രാജ്യം അറിയുന്ന, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യം അറിയുന്ന അല്ലെങ്കിൽ ലോകം അറിയുന്ന തലത്തിലേക്ക് കേരള മിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ വളർത്തുന്നതിന് അതിൻ്റെ ആരംഭ പ്രവർത്തനത്തിന് നെടുനായകത്വം വഹിക്കുകയും അതിലൊരാളായി നിൽക്കുകയും ചുക്കാൻ പിടിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഈ പ്രസ്ഥാനം ഈ രീതിയിൽ വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച രണ്ടുപേർ ഈ സദസ്സിലുണ്ട്. ഒന്ന് ഇതിന്റെ പരിപാടിയുടെ അധ്യക്ഷം വെച്ച സിദ്ദിഖയും അതേപോലെ തന്നെ വിജേഷാണ്. അതേപോലെ തന്നെ ഇന്ന് KCCL കമ്പനിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഗോവിന്ദാട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ അന്നത്തെ ആ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഇന്ന് നാം ഇന്ന് കാണുന്ന തലത്തിലേക്ക് ഓരോ പിഞ്ചു കുട്ടികൾക്കും അറിയുന്ന തലത്തിലേക്ക് കേരള മിഷനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അൻവർക്കെ സംബന്ധിച്ചിടത്തോളം
അൻവർക്ക് ഇവിടെ ഓരോ വ്യക്തിക്കും പ്രിയങ്കരനാവുന്നത് അദ്ദേഹത്തിന്റെ എടാ എന്നുള്ള ഒരു വിളിയിലാണ്. നമ്മളെല്ലാവരെയും എടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിളിയിലാണ് ഇന്ന് വരെ നമ്മളെ ഒന്നും തന്നെ പേരെടുത്ത് വെച്ചിട്ടുള്ളത്. അതേ പാതയെ തന്നെ നമ്മളെ എസ്കേച്ചും നമ്മളോട് അതേ പാത തന്നെയാണ് ശ്രമിക്കുന്നത്. എവിടെ കണ്ടാൽ എടാ എന്നുള്ള ഒരു വിളിയാണ്. അതെല്ലാമാണ് നമുക്ക് ഇവിടെ കരുത്തു പകരുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. കാസർഗോഡ് ജില്ലയിലെ ചിതറിക്കിടന്ന കേബിൾ TV പ്രസ്ഥാനത്തെ ഒറ്റക്കെട്ടായി സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റക്കെട്ടായി കോർത്തിണക്കുകയും ഒരു കമ്പനിയായി വളർത്തുകയും ഇന്ന് ഈ സാമ്പത്തിക വർഷം തന്നെ 3.5 കോടി രൂപ ചെലവിലുള്ള ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് ഈ 2025 വർഷത്തിൽ തന്നെ മാറാനുള്ള സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് പ്രാപ്തതയുണ്ടെന്ന്, നമുക്ക് ദീർഘവീക്ഷണമുണ്ട്, നമുക്ക് ഓരോ പടവുകൾ കയറുന്നതിന് ഒരു അദൃശ്യ ശക്തി പോലെ നമ്മുടെ കൂടെ എന്നും കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തന പരിചയവുമാണ് നമ്മുടെ ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, കേബിൾ TV രംഗത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രൊഫഷണലിസ്റ്റ് ആയിരുന്നു അൻവർക്കാർ പറയുന്നത്. എത്രയോ വർഷം മുമ്പ് ഇന്ത്യൻ കേബിൾ TV രംഗത്തിന് 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ആ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിത രീതി, അദ്ദേഹം പുലർത്തിപ്പോകുന്ന ഓരോ ഘടകങ്ങളും അതിനെല്ലാം തന്നെ ഒരു പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു. ആ പ്രൊഫഷണലിസം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വഴി തന്നെയാണ് ഇന്ന് ഈ പ്രസ്ഥാനം ഇതേ രീതിയിൽ വളർന്നിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. ഇന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടതായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ അദ്ദേഹത്തിന്റെ നഗരസഭയുടെയും പിന്തുണയുടെ NH അൻവറിന്റെ പേരിൽ ഒരു റോഡ്, നാമധേയത്തിൽ ഒരു റോഡ് വരെ കാസർഗോഡ് ജില്ലക്കകത്ത് വരാനുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നഗരസഭയുടെ ചെയർമാനും കാസർഗോഡ് നഗരസഭയുടെ ഭരണസമിതിക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ പോകുന്നത് ശരിയല്ല.